എൻസിലു റബ്ബുന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എൻസിലു റബ്ബുന ഇങ്ങനെ അതിന്റെ അറബിയെ പറയാവൂ, ബാഹ്യാർത്ഥം പറയാനേ പാടില്ല. അതാണ് ഇസ്ലാമിക വിശ്വാസം. ഇപ്പോഴോ ഇപ്പൊ അർത്ഥം പറയലൊക്കെ തുടങ്ങി. മൂപ്പര് മാത്രല്ല, ആരൊക്കെയാ ഇപ്പൊ അർത്ഥം പറയുന്നറിയോ? കേട്ടോളൂ. ഇനി റിസാലയിൽ നിന്ന് വായിക്കട്ടെ. ആരാ എഴുതുന്നത്? മാളിയേക്കൽ സഖാഫി എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയും അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങുന്നു അല്ല, ഇറങ്ങി വരുന്ന. അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. അല്ലാഹു ഒന്നാം ആകാശത്തിലേക്ക് യൻസിലു നല്ല എഴുതിയത്, ഇറങ്ങുന്നു ബാഹ്യാർത്ഥം പറഞ്ഞു. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമല്ല അങ്ങനെ അർത്ഥം പറയുന്നത്. നല്ലേ വാഴക്കാട് വെച്ച് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എന്തേ മാറ്റം വന്നു തുടങ്ങിയോ? ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല. അപ്പൊ ഉപരി പറയും, ഞാനതൊന്നുമല്ല പറഞ്ഞ്, അർത്ഥമൊക്കെ പറയാം, പക്ഷെ ആ പറഞ്ഞ അർത്ഥം ഉദ്ദേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ, അതിനൊക്കെ വേറെ വ്യാഖ്യാനുണ്ട് എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട. നിങ്ങൾ പറഞ്ഞത് ബാഹ്യാർത്ഥം പറയാനേ പാടില്ല എന്നാ. ഇസ്തവ ഇസ്തവ, യദുല്ലാഹി യദുല്ലാഹി, എൻസിലു എൻസിലു, അങ്ങനെ പറയാൻ പാടുള്ളൂ, ബാഹ്യാർത്ഥം പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതാ അപ്പം അങ്ങനെ പൊളിച്ചെഴുതാണ്. മാസികയിലൊക്കെ അർത്ഥം പറയണ ഇറങ്ങി വരും, അള്ളാഹുടെ കരം, പരിഭാഷകളിലൊക്കെ അള്ളാഹുവിന്റെ കരം ഇറങ്ങുന്നു, ഇറങ്ങി വരുന്നു, ഇറങ്ങി വന്നു നിൽക്കുന്നു വേറെ ചിലയിടത്തും. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ മാറ്റങ്ങൾ ചില്ലറയല്ല. ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഷെയ്ഖ് ജീലാനി ഇല്ലേ, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഏത് വിശ്വാസക്കാരനാണ്? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഈ വിഷയത്തിൽ എന്താ പറഞ്ഞത് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ അൽ ഗുനിയ ലിതാലിബി തരീഖിൽ ഹഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. എന്താ അവിടുന്ന് പറയുന്നത് കേട്ടോ? ലഹു യദാനി വകിൽതാ യദൈഹി യമീൻ, അല്ലാഹുവിന് രണ്ട് കൈയുണ്ട്. വകിൽതാ യദൈഹി യമീൻ, അവന്റെ രണ്ട് കൈയും വലം കൈയാണ്. അവന്റെ ഇരു കൈകളും യമീനാണ്, വലതാണ്. ഖാല ജല്ല വഅലാ വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങളെ അവന്റെ വലത് കൈ കൊണ്ട് അവൻ ചുരുട്ടി പിടിച്ചിരിക്കുന്നു. നോക്കണം നിങ്ങൾ. ഇനി ഏതാ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടോളൂ. അടുത്ത പേജിൽ നിന്ന് ഞാൻ നിങ്ങൾ വായിക്കട്ടെ, ചുരുക്കി പറയട്ടെ, ശ്രദ്ധിച്ചു കേട്ടോളൂ. വയൻബഗീ ഇത്ലാഖു സിഫത്തിൽ ഇസ്തിവാഇ മിൻ ഗൈരി തഅ്വീലിൻ, അല്ലാഹു ഇസ്തിവാ, അല്ലാഹു ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല, വ്യാഖ്യാനിക്കാനൊന്നും പാടില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? وأنه استواء الذات على العرش لا على معنى القعود والمماسة كما قالت المجسمة والكرامية، ولا على معنى العلو والرفعة كما قالت الأشعرية، ولا على معنى الاستيلاء والغلبة كما قالت المعتزلة، لأن الشرع لم يرد بذلك ولا نقل عن أحد من الصحابة والتابعين من السلف الصالح من أصحاب الحديث ذلك. وكان നിങ്ങൾ കൃത്യമായി ഇവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, അല്ലാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ഇരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളെ ഇരുത്തം അതേപോലെ തന്നെ നിലത്ത് സ്പർശിച്ചിട്ടാണ്. അതൊക്കെ പറയുന്ന കക്ഷികളെ പോലെയല്ല. ആധിപത്യം നേടി എന്ന് പറയാനും പാടില്ല, ഔന്നത്യം നേടി എന്ന് പറയാനും പാടില്ല. അതൊക്കെ പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ അശ്അരിയാക്കൾ പറയും പോലെ അല്ലാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയും പറയാൻ പാടില്ല. മുഅ്തസിലിയാക്കൾ പറയും പോലെ അധികാരം ആണു, ആധിപത്യം നേടി ജയിച്ചടക്കി എന്ന അർത്ഥത്തിലും പറയാൻ പാടില്ല. അതൊന്നും ശറയിൽ വന്നതല്ല. ഇതൊക്കെ മുഹയ്യിദ്ദീൻ ശൈഖാ പറയുന്നത്. ഇനി ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, അഹ്മദ് ബിൻ ഹംബലിന് ഈ വിശ്വാസമൊന്നുമില്ല എന്നാ അവർ പറയാറുള്ളത്. ഇങ്ങനെ അള്ളാഹിനെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുമ്പോൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് വേണ്ടത് എന്ന് അഹ്മദ് ബിൻ ഹംബലിന് ആ വിശ്വാസമല്ല എന്നാ പറയാറുള്ളത്. എന്നാ നോക്കൂ, മുഹയ്യിദ്ദീൻ ശൈഖ് പറയാണ്, വഖാല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖബല മൗതിഹി ബിഖരീബിൻ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം പറയുന്നു, അഖ്ബാറു സിഫാത്തി തുമറു കമാ ജാഅത് ബിലാ തശ്ബീഹിൻ വലാ തഅ്തീലിൻ. അല്ലാഹുവിന്റെ ഈ സിഫാത്തുകളെ കുറിച്ചുള്ള അഖ്ബാറുകളൊക്കെ ഒരു ഉപമയോ അല്ലെങ്കിൽ നിഷേധമോ കൂടാതെ അംഗീകരിക്കണം. വേറൊന്നിനെ പോലെയാണെന്നോ സാദൃശ്യപ്പെടുത്താനോ ഒന്നും പാടില്ല. ഇനിയും മഹാനവറുകൾ പറയാണ്, എന്ത്? നഹ്നു നുഅ്മിനു ബി അന്നല്ലാഹ അസ്സ വജല്ല അലൽ അർശി കൈഫ ശാഅ വകമാ ശാഅ ബിലാ ഹദ്ദിൻ വലാ സിഫത്തിൻ യബ്ലുഗുഹാ വാസിഫുൻ ഔ യഹുദ്ദുഹു ഹാദ്ദുൻ. എന്താ പറഞ്ഞറിയോ? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അല്ലാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫ ശാഅ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ.
അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അതൊന്നും പടച്ചോനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. പിന്നെ അള്ളാഹു അർശിൽ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അള്ളാഹു അഅലം, പടച്ചോന് അനുയോജ്യമായ നിലക്ക് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇനിയും ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ, ശൈഖ് ജീലാനി തന്നെ പറയട്ടെ, وأنه تعالى ينزل في كل ليلة إلى سماء الدنيا كيف شاء وكما شاء فيغفر لمن أذنب وأخطأ وأجرم وعصى لمن يختار من عباده ويشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രിയിലും അതാ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. എങ്ങനെ? കൈഫ ശാഅ വ കമാ ശാഅ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. എന്നിട്ട് ദോഷികൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ദോഷികൾക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ഇങ്ങനെ ഇറങ്ങും, അള്ളാഹു ഇറങ്ങും എന്ന് പറഞ്ഞാൽ അള്ളാഹുടെ റഹ്മത്ത് ഇറങ്ങുന്നു, അള്ളാഹിന്റെ പ്രതിഫലം ഇറങ്ങുന്നു എന്നല്ല വിശ്വസിക്കേണ്ടത്. അതാ കേട്ടോളൂ, ലാ ബിമഅനാ നുസൂലിർ റഹ്മത്തി വസവാബിഹി അലാ മദ്ദഅതുൽ മുഅ്തസിലത്തു വൽ അശ്അരിയത്തു. മുഅ്തസിലിയാക്കളും പഴച്ചകക്ഷികളാണ്. മുഅ്തസിലിയാക്കളും അശ്അരിയാക്കളും ഒക്കെ വാദിച്ചതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങും എന്ന അർത്ഥത്തിലല്ല അവിടെ പറയേണ്ടത്. അതൊന്നും പറയാനോ വ്യാഖ്യാനിക്കാനോ പോണ്ട. അള്ളാഹുവിന് അനുയോജ്യമായ നിലക്ക് ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കാൻ. അതൊക്കെ ആരാ പറയുന്നത്? ശൈഖ് ജീലാനി. ഇതൊക്കെ മുജാഹിദിന്റെ വാദമല്ലേ ഈ പറയാറുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, അതാ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇദാ ഖാല ലക്കൽ ജഹ്മി, ഒരു പഴച്ച കക്ഷിക്കാരന്റെ പേരാണ് ജഹ്മി. അവൻ പറഞ്ഞാൽ, നിന്നോടവൻ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ? അന കാഫിറുൻ ബി റബ്ബിൻ യൻസിലു, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ കാഫിറാണ്, ഇറങ്ങുന്നവർ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഫഖുൽ ലഹു, നീ അവനോട് എന്താ മറുപടി പറയേണ്ടത്? അന മുഅ്മിനുൻ ബി റബ്ബിൻ യഫ്അലു മാ യശാ, താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്ന ഒരു റബ്ബിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞോളാനാണ്. നോക്കൂ സുഹൃത്തുക്കളെ, ഈ വസ്തുതകളൊക്കെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? പടച്ച തമ്പുരാന്റെ വിശേഷണങ്ങളൊക്കെ അതെങ്ങനെയാണോ ഖുർആനിലും ഹദീസിലും വന്നത് അതിനെ വ്യാഖ്യാനിക്കാതെ, അതിനെ സംബന്ധിച്ച് നിഷേധം പറയാതെ, മറ്റേതെങ്കിലും ഒന്നിനെ പോലെയാണെന്ന് തശ്ബീഹോ തംസീലോ നടത്താതെ അള്ളാഹുവിന് അനുയോജ്യമായ നിലക്കാണ് അവനുള്ളതൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ഒരു വിശ്വാസമേ മുജാഹിദുകൾക്കുള്ളൂ. അതിലപ്പുറം അള്ളാഹ്ക്ക് നമ്മെപ്പോലെ ശരീരമുണ്ട്, കണ്ണുണ്ട്, കാതുണ്ട്, ചോരണ്ട്, നീരുണ്ട്, ഈ നിലക്കൊക്കെയുള്ള ആരോപണങ്ങൾ സുഹൃത്തുക്കളെ നിങ്ങൾ ദയവായി ആരോപിക്കരുത്. അങ്ങനെ ഒരു ആരോപണം മുജാഹിദുകളുടെ പേരിൽ ഇനിയും നിങ്ങൾ തുടരരുത്. ഇതൊക്കെ എത്രയോ തവണ ഇവിടെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഇതേ വാദം തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ ആശയം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ ചെയ്തൊരു പണി എന്താണെന്നറിയാം? മൂപ്പര് കാര്യമായി ചെയ്തൊരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇയാളെ ഈ മൗലവിനൊന്ന് വഷളാക്കണം. ഒന്ന് ആളുകൾ ഇയാളെ ഈ കാസറ്റും സീഡിയും ഒക്കെ ഒന്ന് കേൾക്കണത് എങ്ങനെയാ പോലെ നിർത്തുക. ഇങ്ങനെ ആലോചിച്ചപ്പോ പിടുത്തം കിട്ടി. എന്താണെന്നറിയോ? ഒരു നുണയാണ് വെച്ച് കാച്ചേനെ. എന്താ നുണ? ഇയാള് വെറുതെ ഇങ്ങനെ മുഹമ്മദ് നബിയുടെ പേര് സ്വലാത്ത് ചെയ്യണോ എന്ന് നോക്കണ്ട. ഇയാൾക്ക് ഒരു സ്നേഹമല്ല നബിനെ. ജനങ്ങൾക്ക് ഇതിങ്ങനെ തോന്നി, ഇവര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആദരിക്കാത്തവരാണ്, ബഹുമാനിക്കാത്തവരാണ് എന്നൊക്കെ ഇവർ ഇതുവരെ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളതങ്ങനെ അടിച്ചു കൊടഞ്ഞ് നമ്മളെ എല്ലാ പ്രഭാഷകന്മാരും രാജ്യത്തൊട്ടാകെ പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങി. ജനങ്ങളെ, ഇതിൽ സത്യമല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് ഞങ്ങൾക്കുള്ള ബഹുമാനം അത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ഇത് കേട്ടു, അത് ഉൾക്കൊണ്ടു. അപ്പൊ ഇവർക്ക് ഇനി നുണച്ചാക്കിറക്കല്ലാതെ രക്ഷല്ല എന്ന് മനസ്സിലാക്കി. അങ്ങനെ എന്തു ചെയ്തു എന്നാ പറയുന്നത്? എന്താ നടന്നതെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെ കള്ളജാറം എന്നീ മൗലവി പറഞ്ഞില്ലേ? അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂമിനെയും അവിടുന്ന് കിടക്കുന്ന ഖബറിനെയും കള്ളജാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കട്ടുപ്പാറയിൽ വന്നിട്ട് മൂപ്പരങ്ങ് കട്ടുപ്പാറയിൽ അതാ ഒരു വെടിപൊട്ടിച്ച് പൊട്ടിക്കരഞ്ഞുപോയി.
കട്ടുപ്പാറക്കാരോട് പറയുകയാണ്, നിങ്ങളെ മൗലവിനെ നിങ്ങൾക്കറിയാമോ? നിങ്ങളെ മൗലവി ഏതാ സാധനം എന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ആ ശറഫാക്കപ്പെട്ട ഖബറിനെ പറ്റി കള്ളജാറം എന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ പറഞ്ഞത്? ഇയാൾക്ക് പണം എത്ര കിട്ടിയിട്ടെന്താ? ഇയാൾ ഷാർജയിൽ പോയിട്ട് കുറെ എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ മാർഗത്തിൽ കുറെ പണം കിട്ടിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് കള്ളജാറം എന്നല്ലേ പറഞ്ഞത് എന്നങ്ങോട്ട് പറയുക എന്ന് മാത്രമല്ല, അതങ്ങോട്ട് പറഞ്ഞു വരും. പറഞ്ഞിട്ട് എന്താ ചെയ്തതെന്നറിയോ? പൊട്ടിയാണ് കരഞ്ഞു. അതിന് മൂപ്പർക്ക് വലിയ കഴിവാ, അപാരമായ കഴിവാ അതിന്. ഞാൻ പറഞ്ഞതല്ല, മൂപ്പരിക്ക് ആ അപാരമായ കഴിവാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറെ വായിപ്പിച്ച് കേൾപ്പിച്ചുതരാം. പക്ഷെ ആ കരച്ചിലൊന്നും കഴിഞ്ഞിട്ടേ ഞാനത് കേൾപ്പിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും അതിന്റെ ആ ക്ലൈമാക്സ് മനസ്സിലാവുക. മൂപ്പരാണ് കരഞ്ഞു. മൂപ്പര് കരഞ്ഞു എന്ന് മൂപ്പർക്ക് മനസ്സിലായി. ഇയാളെ നാട്ടിൽ പറ്റിക്കാനുള്ള ഏക അടവ് എന്താണെന്നറിയോ? കരയന്നെ. കരഞ്ഞാണ് തോൽപ്പിക്കുക. അത് കരഞ്ഞു മൂപ്പര്. കരച്ചിൽ വരുന്നില്ല, അത് തുടങ്ങി. എന്നിട്ട് കരച്ചിൽ വരുവോളം സ്വലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങി. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, കാണാൻ പോണ രംഗാണ്. മൂപ്പരിങ്ങനെ കരയുമ്പോൾ കരഞ്ഞിട്ട് കരയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്യാണ്? ആ കണ്ണടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തുടക്കിട്ട് ആ കരഞ്ഞേണ് എന്ന് വരിച്ച് തീർക്കാൻ മതി. അപ്പോഴേക്ക് വേറൊരു ചങ്ങായിട്ട് പിന്നെ കുത്തിരിക്കണ്. മൂപ്പരാരാ? അലവി. അലവി എന്തിനാ വന്നെന്നറിയോ? അലവി മൂപ്പര് കൂടി പറഞ്ഞു ഒത്തതാ, ഇയാൾ നാട്ടിൽ പോയി ഞമ്മക്കൊരു കരച്ചിൽ നാടകം കളിക്കാം. അപ്പൊ അലവി ഇയാളിങ്ങനെ തുടങ്ങിയത് കണ്ടേക്ക് അലവി മൂക്ക് ഇങ്ങനെ പൊത്തലുടങ്ങി. മൂക്ക് പൊത്തനുണ്ട്. മറ്റേയാൾ തുടങ്ങിയോ നോക്കാൻ വേണ്ടി ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ പറയുമ്പോൾ. ഇവരിങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. നിർത്തിയോ തുടങ്ങിയോ? അല്ല, തുടരുന്നതാണെന്ന് കണ്ടപ്പോൾ മൂപ്പര് ആ പോക്കറ്റിൽ നിന്ന് ടവലിൻ്റെ എടുത്തിട്ട് ഇതൊക്കെ കാട്ടി ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കണ്ട്. നിർത്തിയോ? അങ്ങനെ രണ്ടാളും കൂടി ഭയങ്കര കരച്ചിൽ. പാടച്ച തമ്പുരാന് ഞാൻ ആ CD കണ്ടപ്പോ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ വന്നിട്ട് പറയണ, നിങ്ങളെ മൗലവിയെ എന്താ വികാരം കൊള്ളിക്കലറിയോ? ഇതുവരെ ഒരു RSSകാരൻ പറഞ്ഞിട്ടുണ്ടോ? ഒരു BJPക്കാരൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന റൂബിനെ പറ്റി കള്ളജാറം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് കൂട്ടകരിച്ചില്ലേ? കരയ എന്തിനെ നമ്മൾ എതിർത്തതെന്നും എന്താ ഉണ്ടായിരുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് ആ കരച്ചിലും ആ എൻ്റെ പേരിലുള്ള ആരോപണവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഒരു 3 സ്ഥലത്ത് അസ്സലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാം അലൈക യാ സഫിയല്ലാഹ്, الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا قائد الغد المحجلين، الصلاة والسلام عليك يا شفيع المذنبين. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച്, അവിടുന്ന് കിടക്കുന്ന റൗളയെ സംബന്ധിച്ച് കള്ളചാറമെന്നല്ലേ ഈ നാട്ടുകാരന് നീ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചവൻ കൊടുത്ത തൊള്ള കൊണ്ട്, പടച്ച റബ്ബ് കൊടുത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾ ആലോചിക്കൂ സഹോദരന്മാരെ, ഇവൻ എന്നെ പെരുങ്കള്ള എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? എന്നെ ഫിർഔൻ എന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ആരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്? എല്ലാ മഹാന്മാരെയും എല്ലാ മഹത്തുക്കളെയും ഒരുപോലെ നിസ്സാരപ്പെടുത്തുന്ന ഈ മൗലവി സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന വാളിന്റെ ശൈലിയിൽ ആളുകളെ പറ്റിക്കുകയല്ലേ? അദ്ദേഹത്തിന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ
നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ മനുഷ്യന്റെ ഫിത്നയിൽ കുടുങ്ങി നിങ്ങളെ ഈമാൻ കളഞ്ഞു കുളിക്കരുത് കേട്ടോ. കേട്ടില്ലേ? എന്താ അലവിങ്ങനെ തവ്വല് മാറ്റണില്ല. അലവിങ്ങനെ എന്താണെന്നറിയോ? ഈ 2007 ഇനിയിപ്പോ ഡേറ്റ് ഓർമ്മല്ല, അവിടെ നടന്ന 2006 അവസാനം ഏതെങ്കിലും ആയിക്കോട്ടെ, അവാർഡ്, അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ 1-ാം നമ്പർ പേരോടും 2-ാം നമ്പർ അല്ല 2 ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ടി വരും, അലവിക്കും പേരോടും. നോക്കണം നിങ്ങൾ ഏത് നിലക്കാണ് കൃത്യമായിട്ട്. ഇയാൾക്ക് ഇതിനൊരു കഴിവാണ്. എന്തിന്? ചിരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് കാര്യം, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ പെട്ടെന്ന് ചിരിക്കും. പച്ചക്കള്ളം ആളുകൾക്ക് സത്യാന്ന് തോന്നുന്ന നിലക്ക് ഗന്ധമായിട്ട് അവതരിപ്പിക്കും. ആ കണ്ണീരിന്റെ വില ആർക്കറിയാന്നറിയോ? ഇയാളുടെ ഈ കണ്ണുനീര്, കള്ളക്കണ്ണീര് ഇങ്ങനെ പലതും ഒഴുക്കാറുണ്ട് എന്ന് ആരാ ഞങ്ങളോട് പറഞ്ഞു തന്നതെന്നറിയോ? പേരോടെ നിങ്ങൾക്ക് അറിയോ ആരാ പറഞ്ഞു തന്നത്? നിങ്ങളെ നാട്ടുകാരാ പറഞ്ഞു തന്നത്. നാദാപുരത്തുകാര്. എവിടെ പറഞ്ഞത്? നുസ്റത്തുൽ അനാമില്ലെന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോളണം നാട്ടുകാരടക്കമുള്ള ആളുകൾ, കേട്ടോളൂ. ഞാൻ നുസ്റത്തിൽ നിന്ന് വായിക്കണേ. ആ കേട്ട രംഗോ ഇതുമായിട്ട് കൂട്ടി വായിക്കാം. ഈ അടുത്ത കാലത്താണ് ഈ പേരോട്ടുകാരൻ സഖാഫി ആശയപ്രചരണ ചുമതല ഏൽപ്പിക്കപ്പെട്ടത്. അതിനയാൾ വളരെ യോഗ്യനാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരയാനും, കരഞ്ഞുകൊണ്ടിരിക്കെ ചിരിക്കാനും, പച്ചക്കള്ളങ്ങൾ ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാനും ഇയാൾ മിടുക്കനാണ്. ഞങ്ങൾ പറയട്ടെ, മിടുക്കനാണെന്ന് പറഞ്ഞാ പോരാ, മിടുക്കനാണ് കേട്ടോ. തീർന്നില്ല. നാദാപുരത്തെ SYF പ്രവർത്തകർ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്. ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതി. നാദാപുരത്തെ സുന്നികൾ ഇയാളെ പാട്ടിന് വിട്ടിരിക്കയാണ്, ഇയാൾക്കെന്തോ അസുഖമുണ്ടെന്ന് കരുതിയിട്ട്. എന്നിട്ട് രസകരമായൊരു സംഭവമൊക്കെ ശേഷം പറയുന്നുണ്ട്. അത് ഞാൻ ദീർഘമായി വായിക്കുന്നില്ല, അതൊക്കെ ഇന്നാട്ടുകാർക്ക് അറിയാമല്ലോ. എന്നിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോളൂ. ഇതാണ് പേരോട്. ഇവര് പറഞ്ഞ, ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഞാനല്ല. ഞാൻ പറഞ്ഞു എന്ന് പറയരുത്, ഈ നാട്ടുകാർ പറഞ്ഞതാണ്, ഈ നാട്ടുകാരെഴുതിയതാണ്. ഇതാണ് പേരോട്. ആളെ ശരിക്ക് മനസ്സിലാക്കുക. ഇയാൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ബാത്തിലുകളും കള്ളങ്ങളും അറിയുമ്പോൾ മാത്രമേ ഇയാളുടെ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിന്റെ നിലയറിയൂ. ഇയാളുടെ കണ്ണുനീരിന്റെ വില ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയത്തുള്ളൂ. കട്ടുപ്പാറക്കാരായ എന്റെ നാട്ടുകാരോട് ഞാൻ വിനയമായി പറയട്ടെ, കട്ടുപ്പാറ വന്നിട്ടല്ലേ ഇയാൾ നമ്മളോട് ഈ കളവ് പറഞ്ഞത്. അതാ ഈ നാട്ടുകാർ നൽകിയ സർട്ടിഫിക്കറ്റ് കേട്ടില്ലേ, ഇത് കള്ളക്കണ്ണീരാണെന്ന്. ഏത് ബാത്തിലും ഏത് പച്ചക്കള്ളവും ശ്രോതാക്കൾക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധം അവതരിപ്പിക്കാൻ ഇയാൾ മിടുക്കനാണെന്ന് പറഞ്ഞത് ഞാനല്ലല്ലോ, ഇവിടത്തുകാരല്ലേ, അഥവാ നാട്ടുകാരല്ലേ. ഈ കണ്ണിൽ നിന്നൊലിക്കുന്ന കണ്ണുനീരിനെ പറ്റി അത് കള്ളക്കണ്ണീരെന്നല്ലേ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞിട്ട് അവസാനം പിന്നെ പറയുന്നു, നഊദു ബില്ലാഹി മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അതാരെപ്പറ്റിയാണ് ഞാൻ പറയുന്നില്ല. നാട്ടുകാരെന്താ ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പറയുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ, ഞാൻ വിശദീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഞാൻ എന്താ പറഞ്ഞത്? എന്തിനെ പറ്റിയാ ഇയാളെന്റെ നാട്ടിൽ പോയി ഇത് പ്രചരിപ്പിച്ചത്? ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എങ്ങനെയാണ് എന്നും അത് കൃത്യമായി അവിടെ മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ തന്നെ മുമ്പേ ഞാൻ വിശദീകരിച്ചതാണല്ലോ, നിങ്ങളെല്ലാം അത് കേട്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ അവിടുന്ന് മരിച്ചു കിടന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അതേ റൂമിലല്ലേ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്തത്. അവിടെ തന്നെ ഖബറടക്കം നടന്നതിന്റെ ശേഷം എന്താ സംഭവിച്ചത്, എത്രയാണ് ആ ഖബർ ഉയർത്തത് എന്നൊക്കെ കഴിഞ്ഞ കാസറ്റ്, കഴിഞ്ഞ CD ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആവർത്തിക്കുന്നില്ല. അതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയത്തിന്റെ
പരിധി കൊണ്ട് പരിമിതി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ചുരുക്കി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബർ നിലത്ത് നിന്ന് ഒരു ചാണാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ഒരു ചാണിലപ്പുറം അവിടുത്തെ ഖബർ ഉയർത്തപ്പെട്ടിട്ടില്ല. ആ ഖബർ കണ്ടിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തല്ലേ നമ്മളോടത് പറഞ്ഞു തന്നത്. ഇതൊക്കെ ഞാൻ മുമ്പേ പ്രസംഗിച്ചതാണ്. പക്ഷേ ഞാൻ എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, ഇവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറാണെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള ഖബറിന്റെ ഒരു കള്ള ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട്. അത് കള്ളചാരമാണ് സുഹൃത്തുക്കളെ എന്ന് ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാറുണ്ട്. ആ വാചകം എടുത്തിട്ടാ ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. കള്ളചാരം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരിക്കലും ഞാനത് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ആ റൂമിനെ സംബന്ധിച്ചോ, അവിടുന്ന് കിടക്കുന്ന ഖബറിനെ സംബന്ധിച്ചോ, ആ ഒറിജിനൽ ഖബറിനെ സംബന്ധിച്ച് കള്ള ഖബർ എന്നോ കള്ളചാരം എന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ കളവ് പറയുന്നത്? നിങ്ങൾക്ക് നേര് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അല്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല അല്ലേ? അതിനല്ലേ നിങ്ങളുടെ നാട്ടുകാരൻ എഴുതിയതുപോലെ എല്ലാ കള്ളത്തരങ്ങളെയും സത്യമെന്ന് തോന്നുന്ന നിലയ്ക്ക് നിങ്ങൾ അവതരിപ്പിച്ചത്? മൂപ്പരെന്നെ കേൾപ്പിച്ചത് എന്താണെന്നറിയോ? എന്റെ പാറക്കടവിലെ പ്രസംഗമാണ്. പാറക്കടവിൽ ഞാൻ എന്താ പ്രസംഗിച്ചത് എന്ന് പാറക്കടവുകാരില്ലേ ഇവിടെ? ആ CD കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെയാണോ പറഞ്ഞത്? അതോ ഇവരൊരു വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കിയിടുന്ന ഒരു ഫോട്ടോയും കൊണ്ട് നടക്കുന്നുണ്ട്, അത് കള്ളചാരമാണ് എന്നാണോ ഞാൻ പറഞ്ഞത്? അതോ നബിയുടെ ഖബറിനെ പറ്റിയാണോ പറഞ്ഞത് എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ. ഞാൻ എന്താ പാറക്കടവ് വെച്ച് പറഞ്ഞത് എന്ന് അയാൾ തന്നെ കേൾപ്പിക്കുന്ന ഭാഗം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോളൂ. വലിയൊരു ജാറം, വലിയൊരു ജാറത്തിന്റെ ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ വെച്ചിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. നോക്കണം സുഹൃത്തുക്കളെ, പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇവരുണ്ടൊരു കള്ളചാരത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിനെ സംബന്ധിച്ചാണോ? ഇവരുണ്ടാക്കിയ ഖബറുകളെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുണ്ടാക്കിയ ഖബറുകളെ തന്നെ വ്യത്യസ്തങ്ങളായ നിലയ്ക്ക് ഇവർ ഖബറുകളെ ഇന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അവരൊരു ഖബർ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവരിത് തൂക്കിയിടുന്നുമുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇവരിറക്കിയിട്ടുണ്ട്. അതിൽ കാണുന്ന ജാറമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ? ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളണം. ഇവർക്ക് എത്ര ജാറത്തിന്റെ ഫോട്ടോ ഇവരെ കയ്യിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ ജാറം വ്യാജമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂമിൽ കടന്നിട്ട് എടുത്ത ഫോട്ടോ അല്ല ഇത്. ഇവർ വരച്ചുണ്ടാക്കി കമ്പ്യൂട്ടറിൽ ടിപ്പണി നടത്തിയതാണ്. കൈക്രിയ നടത്തിക്കൊണ്ട് ഇവരുണ്ടാക്കിയ ഒരു ജാറമാണിത്. നോക്കണം, ഇങ്ങനൊരു ജാറല്ല, ഇതാണ് അവരുണ്ടാക്കിയത്. ഇനിയോ വേറൊരു ജാറം ഇവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതേ ജാറം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ കുറെ തട്ടിപ്പുകൾ അതിൽ നിങ്ങൾക്ക് കാണാൻ. നോക്കൂ, ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ. ആദ്യം കാണിച്ചതുപോലെയാണോ ഇപ്പൊ കാണിച്ചത്? ആദ്യം കാണിച്ചതിന്മേൽ ആ പലകയിന്മേൽ ഒരു ചതുരത്തിലുള്ള ഒരു ബോർഡിന്മേൽ പേരുണ്ടായിരുന്നു. കണ്ടോ? പേരില്ലപ്പോ. ഇപ്പൊ പേരില്ല. നേരത്തെ നിങ്ങൾ നോക്കൂ, അതാ അതിൽ പേരുണ്ട്. ഇതെങ്ങനെ വന്നു? ഒരിടത്ത് പേരുണ്ട്, ഒരിടത്ത് പേരില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ ജാറത്തിന്റെ ഒരു വശത്തുള്ള ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ആ കർട്ടൻ നിങ്ങൾ കണ്ടില്ലേ? കാർപ്പറ്റ് കണ്ടില്ലേ? അതിന്റെ ഡിസൈൻ നോക്കി വെച്ചോളൂ. ഈ ഡിസൈനാണോ മറ്റേ ജാറത്തിനുള്ളത്? മറ്റേ ജാറത്തിന്റെ അപ്പുറത്ത് കാണുന്ന ഡിസൈൻ അതാണോ? ഇക്കാണുന്ന ഡിസൈനാണോ ഇവർ കാണാ കാഴ്ചകളിൽ കൊടുത്ത ഖബറിനുള്ളത്? അപ്പൊ ഇത് ഇവർ ഉണ്ടാക്കി തീർത്തതാണ്. ഇവരുണ്ടാക്കിയ ഒരു ഖബറാണിത്. ഇത് ജൂതന്മാര് സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു ഖബറിന്റെ ചിത്രമാണ്, ജാറത്തിന്റെ ചിത്രമാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഞങ്ങളുടെ മുത്ത് നേതാവിന്റെ ഖബറല്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാ നമ്മൾ പറഞ്ഞത്. നിങ്ങൾ കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ടെന്ന്. ഇനിയും തീർന്നോ? ഇവരെത്രയാണ് കള്ളത്തരങ്ങൾ കാണിക്കാറുള്ളത്? ഇനി അതാ ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേറൊരു ജാറം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കോളൂ. അതാ വെബ്സൈറ്റിൽ ഒരു ഖുറാഫികളുടെ കുബൂരികളുടെ, കേരളത്തിലെ കുബൂരികൾ നടത്തുന്ന വെബ്സൈറ്റിൽ അതാ ഇന്റർനെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്. ആ ഫോട്ടോയിൽ കാണുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ എന്ന പേരിൽ ഒരു ഖബർ. ശ്രദ്ധിച്ചു കണ്ടോളൂ നിങ്ങൾ.
ഇതേതാ? ഇതാദ്യം കാണിച്ചതാണോ? ഇത് വേറെയാ? നോക്കൂ വ്യത്യാസം. ഒരു കുന്തം നാട്ടി വെച്ച് അതിന്മേൽ ഇങ്ങനെ തലപ്പാവൊക്കെ ചുറ്റി വേറൊരു കോലത്തില്. ഇത് തന്നെ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിയിട്ട് പെയിന്റ് ഒന്ന് മാറ്റിയതാണ്. ഇതാരുടെ ഖബറാൻ നിങ്ങൾക്കറിയാമോ? സൈറ്റിൽ പോയി പരിശോധിച്ചാൽ കാണാം, ജമാലുദ്ദീൻ റൂമി എന്ന സൂഫിയുടെ ഖബറാണ്. ജമാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന സൂഫി, ആ സൂഫിയുടെ ഖബറാണ്. കണ്ടില്ലേ അതിന്റെ ഒറിജിനൽ രൂപം. ഇതിൽ കമ്പ്യൂട്ടറിൽ ഒന്ന് കളർ ചേഞ്ച് കൊടുത്ത് കൈക്രിയ നടത്തിയിട്ട് വേറൊരു മോഡലിലാക്കിയിട്ട് അതാ അവർ വെബ്സൈറ്റിൽ പ്രചരിപ്പിക്കുന്നു. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ഇതാണെന്ന്. നിങ്ങൾക്ക് എത്ര നാവാണ് കൂട്ടരേ! ആദ്യം കാണിച്ചതാണോ ജാറം? ഇപ്പൊ കാണിച്ചതാണോ ജാറം? മുമ്പ് കാണിച്ചതാണോ ജാറം? ഏതാ നിങ്ങളുടെ ജാറം? നിങ്ങൾക്ക് തന്നെ ഒരു യോജിപ്പില്ലല്ലോ. നിങ്ങളുടെ കാണാ കാഴ്ചകളിലല്ലേ ആദ്യം കൊടുത്തത്? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ വെബ്സൈറ്റിലല്ലേ നെറ്റിൽ നിന്നെടുത്ത ഫോട്ടോയാണ്, അതിലല്ലേ നിങ്ങൾ കമ്പ്യൂട്ടറിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നിങ്ങൾ ആ ഫോട്ടോയിലതാ പ്രത്യേകമായ രൂപത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് കണ്ടില്ലേ? ഇതാ കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾ ഈ കാണുന്നത്. സുഹൃത്തുക്കളെ, അതിൽ വേറെ എന്തൊക്കെ തട്ടിപ്പുകൾ ഉണ്ട് എന്നറിയാമോ? ഈ കാണാ കാഴ്ചയെ പറ്റി അപ്പോ ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സുഹൃത്തുക്കളെ. ഈ നിലക്കുള്ള കള്ളജാറങ്ങളെയാണ് ഇവരെ മുത്ത് മുസ്തഫയുടെ ഖബറാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനെയല്ലേ നമ്മൾ എതിർത്തിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലല്ലേ കളവ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബാ കിറാമൊന്നും ഈ നിലയ്ക്ക് ചെയ്തിട്ടില്ല എന്ന് തെളിവുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയതല്ലേ? അതൊക്കെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്നാണ് അവിടെ, എപ്പോഴാണത് പള്ളിയിലേക്ക് നീക്കിയത്? എന്നാണ് അതിന്റെ മുകളിൽ കുബ്ബ വന്നത്? ആ കുബ്ബയെ സംബന്ധിച്ച് അത് കള്ളജാറമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാളുടെ സിഡിയിൽ കുബ്ബ ചൂണ്ടിയിട്ട് പറയുന്നു ഇതാ ഇതിനെപ്പറ്റിയാണ് കള്ളജാറം എന്ന് പറഞ്ഞത് പറഞ്ഞോളൂ. ആ കുബ്ബ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ നിലക്ക് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണോ അല്ലേ എന്നതൊക്കെ ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതാണ്. ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷേ പറയാത്തത് എന്റെ പേരിൽ നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ നാട്ടുകാരെ അടക്കമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന റൂമിനെ പറ്റിയോ അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഖബറിനെ സംബന്ധിച്ചോ കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പാറക്കടവുകാർക്കറിയില്ലേ? ആ സീഡി കേട്ടവർക്കൊക്കെ അറിയില്ലേ? അതിനെപ്പറ്റിയാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി സുഹൃത്തുക്കളെ, ഈ കാണാ കാഴ്ചകളിൽ തന്നെ നമുക്കിതാ ഇവർ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ നേരത്തെ ഒരു കാണാ കാഴ്ച പറഞ്ഞിരുന്നില്ലേ? ഈ കാണാ കാഴ്ചകളിൽ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ആരാണെന്നറിയാമോ? നേരത്തെ അവിടെ എൻ്റെ നാട്ടിലെ സ്റ്റേജിൽ അഭിനയ നാട്യം നടത്തിയ ആളില്ലേ? അലവി സഖാഫിയ, മൂപ്പരൊക്കെ പരിശോധിച്ചതാ. ഈ കാണാ കാഴ്ചകളിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. കാണാ കാഴ്ചകളുടെ 2 പതിപ്പുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഒന്നാം പതിപ്പാണ് ഈ കാണുന്നത്, രണ്ടാം പതിപ്പ് വേറെയുമുണ്ട്. ഒന്നാമത്തെ പതിപ്പിലതാ 15ാമത്തെ പേജിൽ ഒരു ജാറം കാണുന്നു. അമത്തുള്ള ഐസാഹിബ ഷെയ്ഖിന്റെ മക്ബറ, ലണ്ടൻ, ബ്രിട്ടൻ. ഒരു ജാറം കണ്ടില്ലേ? ആ ജാറ എവിടെ പോയി? നിങ്ങളെ പുതിയ പതിപ്പിൽ മറുപടി പറയണം. നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റുമോ? 15ാമത്തെ പേജിൽ കാണുന്ന ഈ ജാറം ഇപ്പോൾ പുതിയ പതിപ്പിൽ എന്തേ മാറ്റിയത്? കാരണം ഞങ്ങൾക്കറിയാം നിങ്ങൾ അടുത്ത വരവിന് പറയുമോ എന്ന് നോക്കട്ടെ, പറയുമോ എന്നൊന്ന് അറിയട്ടെ, ശേഷം പറയാം എന്തേ ആ ജാറം നീക്കിയതെന്ന്. ഈ ജാറം ഉള്ള കാണാ കാഴ്ചയും ആ ജാറം നീക്കിയ കാണാ കാഴ്ചയും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങളുടെ കൈകളിലുണ്ട്. എവിടെ പോയി ആ ജാറം എന്ന് നിങ്ങൾ പറയണം. അതിന്റെ ഗുട്ടൻസ് എന്താ എന്നൊന്ന് വിശദീകരിക്കണം. ഇനി സുഹൃത്തുക്കളെ, എത്രയോ കള്ളജാറത്തിന്റെ മോഡലുകൾ, കള്ളജാറങ്ങൾ ഇവർ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാഹ് മാസികയിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്, അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇവർ അൽ-ഇർഫാദ് മാസികയിൽ കൊടുത്ത ഖബറല്ല പിന്നെ ഈ കാണാ കാഴ്ചയിൽ കാണുന്നത്. കാണാ കാഴ്ചകൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ, ഈ പ്രസിദ്ധീകരണത്തിൽ കൊടുത്ത ജാറമല്ല നൂഹ് നബിയുടേതായി എവിടെ കാണുന്നത്? മറ്റൊരു സുന്നി പ്രസിദ്ധീകരണത്തിൽ കാണുന്നത്. അതേപോലെ ഹാറൂൻ നബിയുടെ മക്ബറ എന്ന് പറഞ്ഞിട്ട് ഇതിൽ കാണിക്കുന്ന ഖബറല്ല 997 ഇർഫാദിൽ കാണുന്നത്. അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇറാഖിലെ ജാറം എന്ന് പറഞ്ഞ് കാണാ കാഴ്ചയിൽ കൊടുത്ത ഖബറല്ല അൽ-ഇർഫാദിൽ കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറല്ല ഇതിൽ കൊടുത്ത ഖബറല്ല അൽ-ഇർഫാദിൽ നമുക്ക് കാണുന്നത്. ഇവർക്ക് എത്ര നാവാ, എത്ര കോലത്തിലാ ഖബർ ഉണ്ടാക്കുന്നത്!
ഇങ്ങനെ ഇവർ ഖബറുകൾ ഇങ്ങനെ പലതും ഉണ്ടാക്കുമ്പോ ഇതിനെ സംബന്ധിച്ചാണ് ഈ നിലക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, അത് മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഈ മുസ്ലിയാർക്ക്. പക്ഷേ എന്റെ നാട്ടുകാരെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ പൊട്ടിക്കരയണ്ടേ. ഇവിടെ വെച്ചാണെങ്കിൽ ഇയാൾ കരയൊന്നുമില്ല. മൂപ്പര് ഇവിടുന്ന് പറയുന്നുണ്ട്, ഇവിടെ ഒരു ഏഴിസ്ത്തെ പരിപാടി ഉണ്ടായിരുന്നു പടുത്തേ. അപ്പൊ മൂപ്പര് പറയണ്, കള്ളജാറം എന്നല്ലേ മൗലവി പറഞ്ഞത്? ഞാനത് കട്ടുപ്പാറയിൽ വെച്ചപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ജനങ്ങളെ. അല്ല, അവിടുത്തേരോട് പറയാ, എന്തേ ഇവിടുന്ന് നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹല്ലേ? ഇവിടുന്ന് പൊട്ടിക്കരയണില്ല, അവിടുന്ന് ഞാൻ കരഞ്ഞുപോയി. അപ്പൊ മൂപ്പരിക്കറിയാം നമ്മളിത് രണ്ടും പറയും. അപ്പൊ മുൻകൂർ ജാമ്യം എടുക്കുക. അവിടുന്ന് ഞാൻ കരഞ്ഞു, ഇവിടുന്ന് കരയണില്ല. എന്തേ? കരയാത്രീ നാട്ടുകാർക്ക് അറിയാം, കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വായിച്ചില്ലേ നേരത്തെ, ഞാൻ വായിച്ചില്ലേ, ഇയാൾ കരഞ്ഞാ ജനങ്ങൾ വകവെക്കൂലെന്ന് ഇയാൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ കരച്ചിൽ നടക്കൂല. എന്റെ നാട്ടുകാർക്ക് പിന്നെ ഇയാൾ അറിയില്ലല്ലോ. അപ്പൊ അവിടെ പോയി കരഞ്ഞതാ. കരഞ്ഞോണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടൂല കേട്ടോ. നിങ്ങൾ ആഖിറത്തെ ഓർത്ത് കരഞ്ഞോളി. നരകത്തിൽ കിടക്കണ്ടേ, അതോർത്ത് കരഞ്ഞോളി. എല്ലാവരും അതോർത്ത് കരഞ്ഞോളി. നിങ്ങളെ ഈ കരച്ചിലോണ്ടൊന്നും രക്ഷപ്പെടൂല സുഹൃത്തുക്കളെ. എന്താ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്? ഇല്ലാത്തൊരു കാര്യത്തെ അത് നമ്മൾ പറഞ്ഞപ്പോ അതിനെപ്പറ്റിയാ ഞങ്ങൾ കള്ളജാറെന്ന് പറഞ്ഞപ്പോ അല്ല, ഞങ്ങൾ റസൂലുള്ളാഹിയുടെ കുറെ മദ്ഹാണ് പറഞ്ഞിട്ട് അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ഖബറിനെ പറ്റിയല്ലേ നിങ്ങളെ നാട്ടുകാരെങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് കരയാണ്. എന്നാ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇവിടുത്തെ എന്റെ പാവപ്പെട്ട എന്റെ സഹോദരന്മാർക്ക്, എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രോതാക്കൾക്ക്, ഈ സീഡി കാണുന്നവർക്ക് മുഴുവൻ മനസ്സിലാകാൻ ഞാൻ പറഞ്ഞത് എന്താന്ന് വേറൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരട്ടെ. ഇതാ ഈ കാണുന്ന ചിത്രം എന്താണെന്നറിയാമോ? കുറെ ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും. ആ സ്ക്രീനിൽ നോക്കിക്കോളി. ഇതാരാ? ചിത്രത്തിന്റെ മുകളിൽ എന്താ പേര്? ബുറാഖുൻ നബി. ബുറാഖുൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മിഅ്റാജിന് പോയപ്പോ, ഇസ്രായിനൊക്കെ പോയപ്പോ കയറി സഞ്ചരിച്ച ബുറാഖ് എന്ന വാഹനം അല്ലേ? എന്താ നല്ല മുഞ്ചിൽ കൊടുത്തു കണ്ടോ? ഇതാണ് ബുറാഖ് എന്നാണ്. ഒരു പെണ്ണിന്റെ മുഖം, രണ്ട് ചിറകും കുതിരന്റെ കാലും, നല്ല വാലൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് സ്പീഡിൽ ഓടുന്നു ബുറാഖ്. ഇത് കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ പുതിയ തലമുറ കണ്ടിട്ടുണ്ടാവില്ല. ഒരല്പം ഒരു 10 കൊല്ലം 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പൊക്കെ ഇത് ഏതാണ്ട് എല്ലാ മുസ്ലിമീങ്ങളുടെ വീടുകളിലും കലണ്ടറായിട്ട് തൂക്കപ്പെട്ടിരുന്നു ഇല്ലേ? അറിയുന്നവരില്ല ഈ കൂട്ടത്തിൽ? എത്രയോ ആളുകളുടെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് എടുത്തുപോയി. അപ്പൊ ഞാൻ എന്തിനാ അത് കാണിച്ചത്? അപ്പൊ ഇത് കാണിച്ചിട്ട് ഞാൻ പറയണെന്തോ, സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഇവരുണ്ട് ഒരു കള്ള ബുറാക്കിന്റെ ചിത്രവുമായി നടക്കുന്നു. അത് കള്ള ബുറാക്കാണ് കേട്ടോ. ഞാൻ പറയാണ്, ഇവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, അത് കള്ള ബുറാക്കാണ് കേട്ടോ. ഇവരൊരു കള്ള ബുറാക്കിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്. അത് കള്ള ബുറാക്കാണ് കേട്ടോ. അപ്പഞ്ഞി മൂപ്പര് കട്ടുപ്പാറ ചെല്ലും. ഏരോട് കട്ടുപ്പാറ ചെല്ലും. കട്ടുപ്പാറ ചെന്നിട്ട് അലവിനെ മാത്രല്ല പൊന്മളനെയും കൂട്ടും, മാളിയാക്കലിനെയും കൂട്ടും, വലിയ ഉസ്താദിനെയും കൂട്ടും, കരച്ചിൽ വിദഗ്ധന്മാരെയൊക്കെ കൂട്ടും. കാരണം ഞാൻ ഇപ്പൊ ഇവിടുന്ന് പോലെ ഉണ്ടാവുക കരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. വേറെ ആരൊക്കെയോ അങ്ങനെ തുടക്കണമായിരിക്കെ ഉണ്ട്. അപ്പൊ ഈ ഫുൾ കരയാനുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്തിട്ട് മൂപ്പര് ഉടൻ സ്റ്റേജ് ഒരുക്കിയിട്ട് എന്ത് പറയുന്നറിയോ? നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി എവിടെയൊക്കെയോ പോയി എങ്ങനെയൊക്കെയോ കുറച്ച് പണം സമ്പാദിച്ചപ്പോ അള്ള കൊടുത്ത തൊള്ള കൊണ്ട്, അള്ള കൊടുത്ത നാവ് കൊണ്ട് പറയുന്നത് കേട്ടില്ലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുശരീരം കയറിയിരുന്നിട്ട് യാത്ര പോയ ബുറാഖ് എന്ന വാഹനത്തെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച വാഹനത്തെ സംബന്ധിച്ച്, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരവും കയ്യും കാലുമൊക്കെ തൊട്ടിട്ടുള്ള വാഹനത്തെ സംബന്ധിച്ച് കള്ള ബുറാക്കെന്നല്ലേ നിങ്ങളുടെ നാട്ടുകാരനായ മൗലവി പറഞ്ഞത്? സൗണ്ടിന്റെ ഗുണം കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ശൈലിയിൽ, വയലിന്റെ ശൈലിയിൽ നീട്ടിപ്പറഞ്ഞ് ജനങ്ങൾ പറ്റിക്കുന്ന മൗലവി, നിങ്ങളുടെ നാട്ടുകാരനായ ആ മൗലവിയുടെ ഫിത്നയിൽ നിങ്ങൾ കുടുങ്ങല്ലേ മുസ്ലിമീങ്ങളെ. ഒരു മിനിറ്റ്, ഞാനൊന്ന് പേരോടായതാ. ഉപ്പരന്റെ നാട്ടിൽ പോയിട്ട് പറയുന്നതാണ്. നീ പറയും, അത് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒറിജിനൽ ബുറാഖിനെ വിമർശിച്ചു എന്നല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ വിമർശിച്ചോ? ഞാൻ വിമർശിച്ചത് ഇതിനെയല്ലേ? ഇതാ സുഹൃത്തുക്കളെ, ഈ കള്ളത്തരപ്പ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ രൂപത്തിലാണ് നിങ്ങൾ ഞങ്ങളുടെ നേരെ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും തീർന്നിട്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിച്ചോളൂ. എന്റെ പേരിലുള്ള വൈകാരികമായ അടുത്ത പ്രയോഗം എന്താണെന്നറിയോ? അതിലേറെ വലിയ രസമുണ്ട്. മൂപ്പര് പറയാണ്, ഇതാ നിങ്ങളെ മൗലവി, നിങ്ങളുടെ മൗലവി ശവകുടീരം, ശവം എന്ന് പറഞ്ഞു കളഞ്ഞു. ആരെപ്പറ്റി?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ മൗലവി ശവം എന്നല്ലേ വിളിച്ചത്? കേൾക്കുമ്പോ എന്താ തോന്നുക? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഹുസൈൻ സലഫി എന്ത് വിളിച്ചു? ശവം. നഊദു ബില്ലാഹ്. അമ്പിയാക്കന്മാരെ മുഴുവൻ എന്ത് വിളിച്ചു? ശവം. നമ്മളങ്ങനെ പറഞ്ഞോ? എന്താ ഉണ്ടായിരുന്നു? ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ദുബായിൽ വെച്ചൊരു പരിപാടി നടന്നു. ഞാൻ അയാൾ എന്നെ പറ്റിയുള്ള ആരോപണം കേൾപ്പിക്കുന്നതിന്റെ മുമ്പൊന്ന് വിശദീകരിക്കട്ടെ. ദുബായിൽ വെച്ച് ഞാനൊരു പ്രഭാഷണം നടത്തി. ആ ഡെൻമാർക്കിലെ വൃത്തികെട്ട മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കാർട്ടൂൺ വരച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കാൻ ഒരുങ്ങിയപ്പോ ലോക മുസ്ലിമീങ്ങൾ അതിന്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അതാ ദുബായിലെ വലിയ ഈദ്ഗാഹിൽ വെച്ച് അവിടെ ഒരു പ്രഭാഷണം നടത്തി. ഇന്ത്യൻ ഇസ്ലാഹി സെന്ററാണ് സംഘടിപ്പിച്ചത്. അവിടെ അന്ന് പ്രാസംഗികനായിട്ട് ഈ ഉള്ളവനും അക്ബർ സാഹിബും ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലക്കുള്ള കുറെ ആളുകൾ പങ്കെടുക്കുന്ന, അതിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല ശ്രോതാക്കളുടെ, നിങ്ങൾക്കറിയാം അക്ബർ സാഹിബിന്റെ പ്രഭാഷണത്തിൽ പങ്കെടുക്കുമ്പോൾ നല്ലൊരു ശതമാനം മുസ്ലിമീങ്ങളും ഉണ്ടാകാറുണ്ട്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാകും. എല്ലാവരും ഉള്ള ഒരു മജ്‌ലിസിൽ വെച്ചാണ് അവിടെ വെച്ച് ഈ ഉള്ളവൻ പ്രസംഗിക്കുമ്പോ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഈ ജൂതന്മാരെ സംബന്ധിച്ച്, നസാറാക്കളെ സംബന്ധിച്ച് അതാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ മേൽ, ജൂതന്മാരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, യഹൂദികളുടെ മേൽ ശാപമുണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റി, മസ്ജിദുകളാക്കി മാറ്റി. ഇതാ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ, അമ്പിയാക്കളുടെ ആദ്യം ഞാൻ എന്ത് പറഞ്ഞു? ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. പിന്നെ ഉടനെ തന്നെ എന്ത് പറഞ്ഞു? മഖ്ബറകളെ, അത് മാത്രമല്ല ഖബറുകളെ, മഖ്ബറകളെ, ഖബറുകളെ എന്നൊക്കെ പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? ആ മഖ്ബറകളെ, ഖബറുകളെ എന്നുള്ളത് ജനത്തിനെയാണ് മനസ്സിലാവാതെ ഒരിക്കൽ മാത്രമാണ് കേൾപ്പിച്ചിട്ട് മൂപ്പര് പിന്നെ ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു, ശവകുടീരം എന്ന് വിളിച്ചു, അങ്ങനെയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അമുസ്ലിമീങ്ങളായ ആൾക്കാരും കൂടെ കേൾക്കുമ്പോ അവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി ആദ്യ ശവകുടീരങ്ങളെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ മുസ്ലിമീങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുള്ളത് എന്താണ്? മഖ്ബറാനും ഖബറുന്നുമാണ്. അത് ഉടനെ തന്നെ പറയും ചെയ്തു, മഖ്ബറകളെ, ഖബറുകളെ. ഇനി ശവകുടീരം എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ മതിയെങ്കിൽ ഞാൻ എന്തിന് പിന്നെ മഖ്ബറകളെ, ഖബറുകളെ എന്ന് പറയണം? അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ സുഹൃത്തുക്കളെ? അത് വേറെ തന്നെ പ്രത്യേകം മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണെന്ന്. പക്ഷേ ഇയാൾ ആ അവസരം ശരിക്കും ഉപയോഗപ്പെടുത്തുന്നു. എന്റെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെയും ശവം എന്ന് വിളിച്ചു എന്നാ പറഞ്ഞത്. പച്ചക്കളമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് ഇത് പറയുന്നത്? ആ നബി എങ്ങനെ ഞാൻ നബിയുടെ ശവം എന്ന് വിളിക്കൽ? നബി അത് പറയുന്നത് യഹൂദികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പറയുന്നത് നബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്നിട്ട് ഇയാൾ എന്റെ പേരിൽ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള സകല അമ്പിയാക്കളെ ഈ ശവം എന്ന് വിളിച്ചു. ഈ മൗലയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗലവിന്റെ ശവ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടാവോ? അയാൾ കിടക്കുന്ന ജാറത്തെ പറ്റി അയാൾ ഏതെങ്കിലും കാലത്ത് മരിച്ചാൽ ഇപ്പൊ തന്നെ മരിക്കണം എന്നാ മൂപ്പര മോഹം. അള്ളാഹു നമ്മളേക്ക് ഈമാനോടുകൂടി വഫാത്താക്കുമാറാകട്ടെ, അള്ളാഹു തൃപ്തിപ്പെടുന്ന നിലക്ക്. അപ്പോൾ ആ ഖബറിനെ പറ്റി ശവകുടീരം, സലഫിയുടെ ശവകുടീര എന്ന് പറയോ? ഇങ്ങനെ പലതും പറഞ്ഞൊരു വികാരം കൊള്ളിക്കണം. സുഹൃത്തുക്കളെ, അയാളാ പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. വസ്തുത എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളുടെ ശരീരത്തെ സംബന്ധിച്ച് ഇയാൾ ഉപയോഗിക്കുന്ന വാചകം ശവം എന്നാണ്. കളവാണ് ആ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കളെ പറ്റി ഞാൻ ശവം എന്ന് പറഞ്ഞില്ല. പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് കേൾക്കാം. എന്താണ് അയാൾ ആക്ഷേപിക്കാനുണ്ടായ കാരണം എന്ന് അയാൾ തന്നെ പറയട്ടെ. തന്നെ പറയട്ടെ, കേട്ടോളൂ. മുഹമ്മദ് ആരാണെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത കക്ഷികൾ എന്തെങ്കിലും കാർട്ടൂൺ വരക്കുന്നതിന് പോലെ അതേപോലെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവമാണ് റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വം ആവോളം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പോലും ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ നമ്മൾ വലിച്ചെറിയുന്നില്ലേ? യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ, മഖ്ബറകളെ, ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഒരുപാട് കണ്ടോ? ശവകുടീരങ്ങളെ, അമ്പിയാക്കളുടെ ശവകുടീരങ്ങളെ കണ്ടോ? ശവകുടീരങ്ങളെ, അത് മാത്രമേ ഉപരി കേൾപ്പിക്കുന്നുള്ളൂ. കണ്ടോ? ശവകുടീരങ്ങളെ, ശവകുടീരങ്ങളെ. ഇതിന്റെ അപ്പുറത്ത് പറഞ്ഞ എന്ത് ഇയാൾ കേട്ടില്ലേ? അത് പറയുന്നില്ല. എന്നാ ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ മൂന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാള്
ജനങ്ങളോട് പ്രത്യേകം എടുത്തു പറയാത്ത മക്ബറകളെ ഖബറുകളെ എന്നുള്ള ഒന്ന് പ്രത്യേകം കേൾപ്പിക്കുകയാണ് നിങ്ങളെ. കേട്ടോളൂ ആ ഭാഗം. മക്ബറകളെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. മക്ബറകളെ ഖബറുകളെ അവർ മസ്ജിദുകളാക്കി മാറ്റി. ഈ നിലക്കാണ് സുഹൃത്തുക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് അതിന്റെ സന്ദർഭമെന്നോ അതിന്റെ സാഹചര്യമെന്നും ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണല്ലോ ഈ മനുഷ്യൻ ചെയ്യുന്നത്. എന്തൊരു സങ്കടമാണിത്! എന്തൊരു വലിയ രൂപത്തിലുള്ള അപരാധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്തിനാണ് മുസ്ലിയാരെ ഈ നിലക്കൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്താ പറഞ്ഞിരുന്നുള്ളത് ആളുകൾക്ക് വേഗം ഉൾക്കൊള്ളൂലേ? എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ ഖബറുകളെ മക്ബറകളെ എന്നല്ലേ പറയാറുള്ളത്. അവിടെ അത് പറയാനുണ്ടായ സാഹചര്യം നാം വിശദീകരിച്ചില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയും ഈ നിലക്കാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂലിനെ, റഹ്മത്തുല്ലിൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ തരം താഴ്ത്തുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. വാസ്തവത്തിൽ റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിന്റെ റസൂലിനെ ആരാണ് തരം താഴ്ത്തിയത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി ഇവർ തന്നെ എഴുതിവിട്ടത് എന്താണെന്നോ? ടി.കെ.യുടെ പരിഭാഷയിൽ നിന്ന് ഞാൻ വായിക്കട്ടെ, സംഭവം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാ ഞാൻ ചുരുക്കി പറയട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ച ഒരു പെണ്ണാണ് സൈനബ റളിയല്ലാഹു അൻഹാ. ആ സയ്യിദും സൈനബും തമ്മിലുള്ള വിവാഹം നടക്കാൻ ചില കാരണങ്ങളുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗവാക്കായിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ ആ സയ്യിദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചിട്ടുള്ള സൈനബ ബീവിയെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പിൽക്കാലത്ത് സൈനബ റളിയല്ലാഹു തആല അൻഹയോട് സ്നേഹമുണ്ടാവുകയും പുതിയാപ്പിളയായ സയ്യിദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്ന് ഇവർ എഴുതി വിട്ടിട്ടില്ലേ? ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. സൂറത്തുൽ അഹ്സാബിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ അതാ ടി.കെ. അബ്ദുള്ള മൗലവി അതാ തഫ്സീർ ജലാലൈനിയിലുള്ളതാണ്. തഫ്സീർ ജലാലൈനിയുടെ പരിഭാഷയാണ് ടി.കെ.യുടെ പരിഭാഷ. ഞാൻ വെറുതെ പറയുന്നതാണോ? ബ്രാക്കറ്റിൽ നമുക്ക് കാണാം അവരോടുള്ള സ്നേഹവും. ആരോട്? സൈനബ റളിയല്ലാഹു തആല അൻഹയോടുള്ള സ്നേഹവും സയ്യിദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും താങ്കളുടെ മനസ്സിൽ ഗോപ്യമാക്കി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് യോജിക്കുമോ? ഒരു സാധാരണക്കാരന്റെ പദവിക്ക് യോജിക്കുമോ? നിങ്ങൾ ആരെങ്കിലും മറ്റൊരാളുടെ ഭാര്യയെ സംബന്ധിച്ച് ആ പെണ്ണിനോട് സ്നേഹം തോന്നുകയും ആ പെണ്ണിനെ ഒന്ന് അവളുടെ ഭർത്താവ് മൊഴി ചൊല്ലിയാൽ എനിക്ക് വിവാഹം കഴിക്കാമായിരുന്നു എന്ന് ആശിക്കുകയും ചെയ്യുമോ? സാധാരണക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചു പോലും നമുക്കത് പറയാൻ പറ്റുമോ? അതേ അവസരത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? സയ്യിദിന്റെ ഭാര്യയോട് സ്നേഹം തോന്നിയെന്നും സയ്യിദ് ത്വലാഖ് ചൊല്ലിയാൽ തനിക്ക് വിവാഹം കഴിക്കാമായിരുന്നുവെന്നും എഴുതി വിട്ടില്ലേ? സുഹൃത്തുക്കളെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പദവിക്ക് യോജിക്കുന്നതാണോ? നിങ്ങൾ ചിന്തിക്കൂ, ബുദ്ധിയുള്ളവരല്ലേ? ഇതിങ്ങനെ മുജാഹിദുകൾ എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി പറയാൻ പാടുണ്ടോ? സുഹൃത്തുക്കളെ, ഇനി നിങ്ങൾ കേട്ടോ, ആർക്കാ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചതായി ഇവർ എഴുതുന്നത് കേട്ടോ. അതാ സിദ്ദീഖ് മൗലൂദ് എന്ന് പറയുന്നൊരു മൗലിദുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്താൻ വേണ്ടി ഉണ്ടാക്കിയ മൗലിദാണ്. അതിൽ നിന്ന് ഞാൻ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഞാൻ ആ സംഭവം പറയട്ടെ. അതാ അൻസാരികളിൽപ്പെട്ട ഒരു സ്ത്രീ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, നബിയേ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ട സ്വപ്നമെന്നോ? അതാ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഈത്തപ്പന എൻ്റെ വീടിന്മേലേക്ക് മറിഞ്ഞു വീണിരിക്കുന്നു നബിയേ. അങ്ങനെ മറിയുന്നത് പോലെയാണ് ഞാൻ കണ്ടത്. എൻ്റെ ഭർത്താവാണെങ്കിൽ യാത്രയിൽ പോയിരിക്കുകയുമാണ്. എന്താ നബിയെ അതിന്റെ വ്യാഖ്യാനം എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നീ ക്ഷമിച്ചോ, അതിന്റെ അർത്ഥം ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ഖിയാമത്ത് നാൾ വരെ ഇനി നീയും നിന്റെ പുതിയാപ്പിളയുമായി സംഗമിക്കുന്നതല്ല, ഭർത്താവുമായി നീ ഇനി കണ്ടുമുട്ടുന്നതല്ല എന്ന് നബി പറഞ്ഞു.
ഇത് കേട്ടപ്പോ ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, പുറപ്പെട്ടു പോയി. വഴിയിൽ വെച്ചതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോടും ഈ സഹോദരി സ്വപ്നം കണ്ട വാർത്ത പറഞ്ഞു. പക്ഷേ നബിയോട് പറഞ്ഞതും നബി അതിനിങ്ങനെ മറുപടിയാണ് പറഞ്ഞത് എന്നൊന്നും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ല. അപ്പോൾ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയോട് പറയുന്നു, ഇദ്ഹബീ, നീ പൊയ്ക്കോ സഹോദരി, ഫഇന്നകി തജ്തമിഈന ബിഹി ഫീ ഹാദിഹിൽ ലൈല, ഇതാ ഇന്നത്തെ രാത്രി തന്നെ നിന്റെ പുതിയാപ്പളയുമായി നീ സംഗമിക്കും, കണ്ടുമുട്ടും. മനസ്സിലായില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നീ ഖിയാമത്ത് നാൾ വരെ കാണൂല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, നീ കാണും, ദാ ഇന്ന് തന്നെ കാണും. ഈ പെണ്ണാകെ ബേജാറിലായി. അതാ ഈ സഹോദരി ബേജാറിലായി വീട്ടിൽ കയറി ചിന്തിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുമാണല്ലോ പറഞ്ഞത്, എന്താ പതിന്റെ സിറ് എന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. അതാ അങ്ങനെ ഇരിക്കെ ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു ഫഇദാ ബിസൗജിഹാ ഫീ ദാരിഹാ, അതാ അവരുടെ ഭർത്താവ് അതാ വീട്ടിലെത്തിപ്പോയി. ആ രാത്രി എന്നതാ ഭർത്താവ് കയറി വരുന്നു. ഉടനെ ഈ സഹോദരി റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഭർത്താവ് എത്തിപ്പോയിരിക്കുന്നു എന്ന്. അപ്പൊ നബി ഇങ്ങനെ വളരെ ചിന്തിച്ചു നോക്കി. നബി ഇങ്ങനെ വല്ലാത്ത ചിന്തയിലാണ്ടു. ആ ചിന്തയിലാണ്ടപ്പോ അതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട് പറയുകയാണ്, യാ മുഹമ്മദ് അല്ലദീ ഖുൽതഹു ഹുവൽ ഹഖ്, നീ പറഞ്ഞത് തന്നെയാണ് മുഹമ്മദേ സത്യം. തരൂല എന്ന് പറഞ്ഞാൽ തന്നെയായിരുന്നു സത്യം. പക്ഷെ അവനെന്തേ സംഭവിച്ചത്? വലാകിൻ ലമ്മാ ഖാല അബൂബക്കർ, അബൂബക്കർ പറഞ്ഞില്ലേ എന്ത്, നീ നിന്റെ പുതിയാപ്പളയുമായി ഇന്ന് സംഗമിക്കുമെന്ന് പറഞ്ഞപ്പോ ഇസ്തഹിയല്ലാഹു മിന്നൻ യജ്രി അലാ ലിസാനിഹിൽ കദ്ബ്, ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്നത് കള്ളമാകുന്നത് അല്ലാഹ് ലജ്ജിച്ചു. സിദ്ദീഖ് തങ്ങളുടെ നാവിലൂടെ വന്നുപോയത് കളവാകുന്നതിനെ കുറിച്ച് അല്ലാഹുവിന് ലജ്ജയായി. കാരണം അദ്ദേഹം ആരാണ്? ലിഅന്നഹു സിദ്ദീഖുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, കാരണം ആ സിദ്ദീഖ് അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. അദ്ദേഹത്തിന്റെ നാവിലൂടെ കളവ് വരാൻ പാടില്ല. ഈ കഥയിലൂടെ എന്താ മനസ്സിലായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞപ്പോ അത് നുണയായിക്കൂടാ. കാരണം അദ്ദേഹം ദുനിയാവിലും ആഖിറത്തിലും സത്യസന്ധനാണ്. അതേ അവസരത്തിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാവിലൂടെ വന്നത് സത്യമായി കൊള്ളണമെന്നില്ല. അങ്ങനെ അത് കളവാകുന്നതിൽ അല്ലാഹുവിന് ലജ്ജയില്ല. കാരണം എന്താണ് വരിക? അദ്ദേഹം അല്ലാഹുവിന്റെ റസൂല് ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖല്ല എന്ന സൂചനയല്ലേ വരുന്നത്? കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ദുനിയാവിലും ആഖിറത്തിലും സിദ്ദീഖാണ്. അതുകൊണ്ട് കളവ് നാവിലൂടെ വന്നുകൂടാ. അപ്പൊ റസൂലുള്ളയോ, ആരെയാണ് നിങ്ങൾ പൊക്കിയത്? ആരെയാണ് നിങ്ങൾ താഴ്ത്തിയത്? ഒരാളെ പൊക്കിയപ്പോൾ ഈ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് നാളെ പരലോകത്ത് പാപികളായ ദോഷികളായ ആളുകൾക്ക് വേണ്ടി റബ്ബിന്റെ അനുവാദം കിട്ടുമ്പോ ശുപാർശ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ റസൂലുള്ളാഹിനെ പറ്റിയല്ലേ ഈ നിലക്ക് പ്രചരിപ്പിച്ചത്? ഇത് സിദ്ദീഖ് മൗലിദിൽ ഇല്ലേ? ഇത് ഇസ്ലാമികമായി ഒരു മുസ്ലിമിന് പറയാനൊക്കുമോ? ഇനി നിങ്ങൾ ചില ഹദീസുകളുമായൊക്കെ വന്നിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താ അതിന് പറയാനുള്ളത്. അത് പറയുമ്പോ ബാക്കി അതിന് കിട്ടുന്നതാണ്, വിശദീകരിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, റസൂലുള്ളാഹിയുടെ കാലത്ത് നടന്നിട്ടില്ലാത്ത ഒരു സംഭവം, അതല്ലെങ്കിൽ റസൂല് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്? അത് ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ എന്താണ് പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ നമ്മളോട് പറഞ്ഞത്? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ, ആരെങ്കിലും എൻ്റെ പേരിൽ മനഃപൂർവ്വം കള്ളം പറഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം സ്ഥാപിച്ചു കൊള്ളട്ടെ. മൻ ഖാല അലയ്യ മാലം അഖുൽ എന്നും റിവായത്തുണ്ട്, റിപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എൻ്റെ പേരിൽ പറയുന്നവന്റെ ഗതി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ഭയവുമില്ലാതെ ഈ മാലപ്പാട്ടുകളിലൂടെ മൗലിദുകളിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന നിലക്ക് പറയുന്നത് ഭൂഷണമാണോ? ഈമാനുള്ളവർക്ക് ചേർന്ന പണിയാണോ? എന്നിട്ടാണ്
എന്നാണോ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന മുജാഹിദുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിക്കുന്നവരും വിരോധികളുമായി ചിത്രീകരിക്കുന്നത്? പിന്നെ മൂപ്പരിങ്ങനെ വിജയാഘോഷിക്കുകയാണ്. ഇവിടെ മൂപ്പര് വന്നിട്ട് പറയുന്നുവെന്ത്, അതാ ഇവിടെ മൗലവി വന്നിട്ട് ഏത്തമിടുകയാണ് എൻ്റെ മുമ്പിൽ. മൗലവി എൻ്റെ മുമ്പിൽ വന്നൊക്കെ സമ്മതിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഒടുക്കത്തെ വരവാണ് കേട്ടോ എന്നൊക്കെ മൂപ്പര് പറയുമ്പോഴേക്ക് പെട്ടെന്ന് ബോധം വരുന്നുണ്ട്. ഉടനെ തന്നെ പറയുന്നുണ്ട്, ഒടുക്കത്തെ വരവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇനി വരൂലാന്നല്ലോ, നിങ്ങൾ ആശയത്തിന്റെ ഒടുക്കമാണ് കേട്ടോ തിരുത്തി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതൊക്കെ സ്വയം ആശ്വസിക്കാൻ നല്ലത് തന്നെയാണ്, എനിക്കതിൽ വിരോധമൊന്നുമില്ല. അവനവനെ ആശ്വസിക്കാൻ അതൊക്കെ നല്ല വാചകങ്ങളാണ്. പക്ഷേ നിങ്ങളില്ലാത്തതെന്തിന് ഞങ്ങളുടെ പേരിൽ വെച്ച് കൊട്ടുന്നു? മൂപ്പര് പറയാണ്, നബിമാര് മുഴുവൻ തെറ്റ് ചെയ്യുന്നായിരുന്നു ഇവരിവിടെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ മൗലവി ഇവിടെ വന്നിട്ട് എന്ത് പറയുന്നു? എന്താ പറഞ്ഞിരുന്നു? നബിമാര് മുഴുവൻ മഅ്സൂമുകൾ തന്നെ, നബിമാർക്ക് തെറ്റ് പറ്റുന്നതല്ല എന്ന് ഹുസൈൻ സലഫി ഇവിടെ വന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് ഏത്തമിടുന്നു, എന്റെ മുമ്പിൽ വെച്ചത് അംഗീകരിക്കുന്നു എന്ന പച്ചക്കള്ളം നമ്മൾ മുമ്പ് എതിർത്തിട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ അംഗീകരിച്ചു എന്ന് വരികയുള്ളൂ. മുമ്പ് എവിടെയാ എതിർത്തത്? അതൊക്കെ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. അയാളെ പറയുന്ന ആരോപണം നിങ്ങളൊന്ന് കേട്ടോളൂ. അല്ലാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മുജാഹിദിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂല് കുറ്റക്കാരനാണെന്ന് പറഞ്ഞ മൗലവിനെ കൊണ്ട് നാദാപുരത്ത് വെച്ച് അല്ല എന്ന് സമ്മതിപ്പിച്ചു. എന്തൊരു സുഖമുള്ള ആരോപണം അറിയോ? ആരാ സുഹൃത്തുക്കളെ ഇവിടെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റുകാരനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഇയാൾക്കാകെ പറയാനുള്ളത് എന്താ? സൽസബീൽ ഉമർ മൗലവി എഴുതിയെന്നാണ്. സൽസബീൽ ഉമർ മൗലവി എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 കണക്കിന് തെറ്റ് ചെയ്തിരുന്നു എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. നബി ഓരോ ദിവസവും 100 കണക്കിന് തെറ്റ് ചെയ്തിരുന്നു എന്ന് കുറ്റബോധത്തോടുകൂടി നബി പറയാറുണ്ടായിരുന്നുവെന്നും അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നാടൊട്ടാകെ ജനങ്ങൾ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോ ഉമർ മൗലവിയോട് തന്നെ പോയിട്ട് അൽ-ഇസ്ലാഹ് മാസികയുടെ പ്രതിനിധികൾ ഒരു ഇന്റർവ്യൂ നടത്തി. മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത്, മൗലവി നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ സത്യാവസ്ഥ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസേന 100 തെറ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ സൽസബീലിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് മൗലവി ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇസ്ലാഹ് മാസികയുടെ അൽ-ഇസ്ലാഹിന്റെ പ്രതിനിധികൾ പോയി ഇവർ ഇന്റർവ്യൂ നടത്തിയപ്പോ മൗലവി എന്താ മറുപടി പറഞ്ഞത്? ഉമർ മൗലവിയുടെ മറുപടി, അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എഴുതിയ വാചകത്തെ സംബന്ധിച്ച്, അഥവാ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയ വാചകത്തെ കുറിച്ചാണ് ഈ ഇസ്ലാഹിന്റെ പ്രതിനിധി ചോദിക്കുന്നത്. ഉമർ മൗലവിയുടെ ഉത്തരം എന്താ? ഇതിലെവിടെയാണ് നബി 100 തവണ തെറ്റ് ചെയ്തുവെന്ന് ധ്വനി? മൗലവി പറയണ്, ഞാനാ എഴുതിയതിൽ എവിടെയാണ് നബി 100 തവണ തെറ്റ് ചെയ്തുവെന്ന് ധ്വനി? പ്രവാചകന്മാർ മഅ്സൂമുകളാണ് കേട്ടോ, പ്രവാചകന്മാർ മഅ്സൂമുകളാണ്. പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ, മൗലവിയാ പറയുന്നത്, പ്രവാചകന്മാർ തെറ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇവിടെ അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെടുന്നതിൽ വല്ല വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സൂക്ഷ്മതാബോധം പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബിയുടെ പോലും സവിശേഷതയായിരുന്നുവെന്നും അതിനാൽ അള്ളാഹുവിലേക്ക് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖേദിച്ചു മടങ്ങിയിരുന്നു എന്നുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. തെറ്റ് പറ്റിയിട്ടോ കുറ്റം ചെയ്തിട്ടോ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തത് എന്ന് എത്ര കൃത്യമായിട്ടാ മുസ്ലിയാക്കളെ മൗലവി പച്ച മലയാളത്തിലല്ലേ നിങ്ങളോട് പറഞ്ഞത്? എന്നിട്ടും നിങ്ങൾ എന്തേ ഇങ്ങനെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ തുടരുന്നത്? നിങ്ങൾക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ പറഞ്ഞതാണോ മുമ്പേ പറഞ്ഞതാണോ? 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ. എന്ത്? മുജാഹിദുകൾ പഠിപ്പിക്കുന്ന 3-ാം ക്ലാസ്സിലെ പാഠപുസ്തകം, 3-ാം ക്ലാസ്സിലെ വിശ്വാസ പാഠപുസ്തകങ്ങൾ പേരോട് തന്നെ ഇവിടെ സ്ക്രീനിൽ കാണിച്ച ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതിൽ അയാൾ വായിച്ചിട്ടില്ലാത്ത, അയാൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലാത്ത ഒരു വരി, അതാ 2 വരി നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു. ആ വരി ഒന്ന് വായിച്ചു നോക്കൂ. എന്താ അതിൽ പറയുന്നത്? എന്നാൽ അവർ പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു,
പാപങ്ങൾ ചെയ്യാത്ത പരിശുദ്ധരായിരുന്നു, സൽസ്വഭാവികളും നല്ലവരുമായിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ മദ്ഹുകൾ അതാ കുട്ടികളെ മുജാഹിദുകൾ മദ്രസയിൽ പഠിപ്പിക്കുന്നല്ലോ. ഈ കാര്യം എത്ര കൃത്യമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്തേ ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിന്നെ എന്താ ഉമർ മൗലവി ആ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കു പഠിച്ചു വെച്ചോ. മഹാന്മാരായ പ്രവാചകന്മാര് അവരുടെ വിനയം കൊണ്ട് അവർ തെറ്റ് ചെയ്തിട്ടല്ല ഇസ്തിഗ്ഫാർ നടത്തുന്നത്. ഞങ്ങളിൽ നിന്ന് വല്ലതും പറ്റിപ്പോയോ, തെറ്റ് പറ്റിയിട്ടില്ലെങ്കിലും പറ്റിപ്പോയോ എന്ന നിലക്ക് റബ്ബിനോട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു. അതൊരു വിനയ പ്രകടനമാണ്, അതൊരു വിനയം കാണിച്ചതാണ്. അതല്ലാതെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അവർ തെറ്റുകാരാണെന്ന് വിശ്വസിക്കുന്നവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് വരെ മൗലവി പറഞ്ഞിട്ടും ആ മൗലവിയുടെ വാചകത്തെ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയല്ലേ? ഇതേ നിലക്ക് പേരോട് പോലും പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ അത് വിനയത്തിന് വേണ്ടിയായിരുന്നു, തെറ്റ് ചെയ്തിട്ടല്ല എന്ന് ഉമർ മൗലവി പറഞ്ഞ അതേ ആശയം നിങ്ങൾ പേരോട് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ വാചകം കേൾക്കുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു നടന്നിരുന്നത് പച്ചക്കള്ളമാണ്. ഒരുപാട് സ്റ്റേജുകളിലായി ഇവരിത് പറഞ്ഞു നടക്കുന്നു. ഉമർ മൗലവി എഴുതിയിട്ടുണ്ട് റസൂല് 100 തെറ്റ് ചെയ്യുമെന്ന്. എത്ര സ്റ്റേജുകളായി ഇവരിത് പറഞ്ഞുകൊണ്ട് മലീമസമാക്കിയത്, എത്ര പേജുകളായി ഇവരിത് എഴുതിക്കൊണ്ട് മലീമസമാക്കിയത്. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ജീവിതത്തിൽ അവിടുത്തേക്ക് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് ദിവസവും 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്തു പോയി എന്നൊരിക്കലും മൗലവി ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് തെറ്റുകൾ പറ്റിയിട്ടില്ലെങ്കിലും കുറ്റം സംഭവിച്ചിട്ടില്ലെങ്കിലും അല്ലാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്നിങ്ങനെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നത് അവിടുത്തെ വിനയത്തിന്റെ ലക്ഷണമായിരുന്നു, വിനയപ്രകടനമായിരുന്നു എന്ന് ഉമർ മൗലവി തന്നെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അതേ കാര്യമതാ പേരോടിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. ഇതേ ആശയം പേരോട് തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇതുകൊണ്ടാ സഹോദരന്മാരെ, അമ്പിയാക്കൾ ആരും അടിസ്ഥാനപരമായി പറഞ്ഞാൽ അക്രമം ചെയ്തവരല്ല, അവരാരും തെറ്റ് ചെയ്തവരല്ല. അമ്പിയാക്കൾ തെറ്റ് സംഭവിക്കുകയില്ല, അതുറച്ച് വിശ്വസിക്കുന്നവരാണ് നാം. പക്ഷേ തെറ്റ് ചെയ്യാതെ തന്നെ, തെറ്റ് സംഭവിക്കാതെ തന്നെ അമ്പിയാക്കൾ പടച്ച റബ്ബിനോട് തെറ്റ് ചെയ്തു പോയി എന്ന നിലയ്ക്ക് പടച്ച റബ്ബിനോട് താളുകേട് മാപ്പപേക്ഷിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലും ഹദീസുകളിലും നമ്മൾ കാണുന്നത് തെറ്റ് ചെയ്യാതെ പടച്ച റബ്ബിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുക. അത് വിനയത്തിന്റെ ലക്ഷണമാണ്, താഴ്മയുടെ പ്രകടനമാണ്, ഉടമസ്ഥന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കലാണ്. കണ്ടില്ലേ, ഞാനൊരു ചെറിയ ഉദാഹരണത്തിന് പറയുന്നു. നല്ല അതവോടെ ഗുരുത്വത്തോടെ ഒരു തെറ്റും ചെയ്യാതെ ഓതിപ്പടിച്ചൊരു മുതഅല്ലിമ് ദർസ് നിർത്തി പോകുമ്പോ ഉസ്താദിന്റെ മനസ്സിൽ ഏറ്റവും വിഷമമുള്ളത് ആ കുട്ടി നന്നായി പഠിക്കുന്ന അതവും ഗുരുത്വവുമുള്ള ആ കുട്ടി ഇപ്പൊ ദർസിന്ന് എന്റെ ക്ലാസ്സിൽ നിന്ന് ഇപ്പൊ പിരിഞ്ഞ് കോളേജിലേക്ക് പോവുകയാണല്ലോ. അങ്ങനെ നല്ല സ്നേഹമുള്ള ഈ കുട്ടി അവസാന ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് എന്താ പറയുന്നത്? ഉസ്താദേ, എല്ലാം മാപ്പാക്കണം, എല്ലാം പൊറുക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റുകാരനാണ് നിങ്ങൾ ആരെങ്കിലും പറയോ? ഇല്ല. ആ കുട്ടി അത്രയും വിനയമുള്ള, ഒരു തെറ്റും ചെയ്യാതെ തന്നെ മാപ്പാക്കണം, പൊറുക്കണം, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയുന്നത് വിനയമാണ്. കത്തയക്കുന്ന ആളുകൾ ബാപ്പക്ക് കത്തയച്ചിട്ട് എല്ലാം നല്ല ബഹുമാനത്തിലും ആദരവിലും കത്തയച്ചിട്ട് അവസാനം കത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് എഴുതുന്നത് കാണാം. വിനയമാണ്. ഈ വിനയം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിനോടല്ലേ? അതുകൊണ്ടാണ് ഏറ്റവും വിനയമുള്ള അടിമ അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചിന്തിച്ചിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ പിഴച്ചിട്ടില്ല, പിഴവ് ചിന്തിച്ചിട്ടില്ല, പിഴവ് ആലോചിച്ചിട്ടില്ല, ഒരു വിഷയത്തിലും പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ചിന്തിച്ചിട്ടില്ല. ആ നിലക്കുള്ള നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു. വിനയമാണ്, താഴ്മയാണ്. ഇത് തന്നെയാ അമ്പിയാക്കൾ ഓരോരുത്തരും. എന്താണ് പറഞ്ഞത്?
വിനയത്തിന്റെ ലക്ഷണാണ്, അതെല്ലാവരും തെറ്റ് ചെയ്തിട്ടല്ല. ഈ കാര്യം ഞങ്ങളും പറഞ്ഞു, ഉമർ മൗലവിയും പറഞ്ഞത്. ഇപ്പൊ ഇയാൾ എവിടുന്നോ പറഞ്ഞു നമ്മൾക്കത് കിട്ടി. മനസ്സിലാക്കണം നിങ്ങൾ. ഇനി നിർത്തിക്കോ ഈ പരിപാടി. എന്ത് ഉമർ മൗലവി ഉമർ മൗലവി എന്താ പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ടവരെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആരോപണവും പറഞ്ഞുകൊണ്ട് നടക്കണ്ട എന്ന് വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇവര് പറയുന്നത് എന്താണ്? ഇപ്പൊ ഇവിടെ വന്നിട്ട് മൗലവി സമ്മതിച്ചു. എന്ത്? സാധാരണക്കാർ കേൾക്കാത്തതും കാണാത്തതും ഒക്കെ ചില സന്ദർഭങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണും കേൾക്കും എന്ന് മൗലവി ഇപ്പൊ സമ്മതിച്ചു. അപ്പൊ മുമ്പ് നമ്മൾ എതിർത്തോ? മൂപ്പരിങ്ങനെ ഓരോന്ന് കൊണ്ടുവരിക. ഏതുപോലെ ഇനിയിപ്പോ നമ്മൾ പ്രസംഗത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നമ്മളിപ്പോ ഞാനിന്ന് ളുഹർ 4 റക്അത്ത് നിസ്കരിച്ചപ്പോൾ എങ്ങാനും വന്നുപോയ അടുത്ത പ്രസംഗത്തിൽ മൂപ്പര് പറയും, കണ്ടോ ളുഹർ 4 റക്അത്താണെന്ന് മൗലവി സമ്മതിച്ചു, ളുഹർ 4 റക്അത്താണെന്ന് മൗലവി സമ്മതിച്ചു, നിസ്കാരം 5 വഖത്താന്ന് മൗലവി സമ്മതിച്ചു. ഇപ്പൊ എന്റെ മുമ്പെന്ന് റമദാനിൽ നോമ്പ് നോൽക്കൽ വേണം എന്ന് നിർബന്ധമെന്ന് മൗലവി സമ്മതിച്ചു. പള്ളി കയറിയാൽ 2 റക്അത്ത് തഹിയ്യത്തുണ്ടെന്ന് മൗലവി സമ്മതിച്ചു. വെള്ളിയാഴ്ച ജുമഅയുണ്ട് എന്ന് മൗലവി സമ്മതിച്ചു. അതേപോലെ തന്നെ മഗ്രിബ് 3 റക്അത്താണെന്നും സുബഹി 2 റക്അത്താണെന്നും മൗലവി സമ്മതിച്ച് ഏത്തമിട്ടില്ലേ എന്നൊക്കെ പറയും പോലെ നമുക്ക് യാതൊരു തർക്കവുമില്ലാത്ത, മുമ്പൊന്നും എതിർത്തിട്ടില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് പറയാണെന്ത്? ഇതാ ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ചില സന്ദർഭങ്ങളിൽ വഹി കിട്ടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു സഹാബിമാര് കാണാത്തത് കേൾക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി മൂപ്പരെടുത്തിട്ട് പറയാണ് ഇപ്പൊ സമ്മതിക്കുന്നു എന്ന്. അയാളുടെ വാക്കും നിങ്ങൾക്ക് കേൾക്കാം. ശേഷം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ ആ ഭാഗവും നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊക്കെ മൗലവി പഠിച്ചു. ഇപ്പോൾ സാധാരണക്കാരനല്ല, കാഴ്ചയും കേൾവിയൊക്കെ വ്യത്യാസമുണ്ട് സമ്മതിച്ചു. കേൾവിയൊക്കെ വ്യത്യാസമുണ്ട് സമ്മതിച്ചു. എന്നിട്ടെന്താ? നമ്മൾ ജിബ്രീലിനെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെയായിരുന്നു നമ്മളെ വിശ്വാസം. ഖുർആൻ ഇറങ്ങിയിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മളെ പേരിൽ പച്ച നുണ പറയാറുള്ളത്. എന്നാ സുഹൃത്തുക്കളെ, ആരോപണമൊക്കെ കേട്ടപ്പോ തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ തന്നെ വൃത്തിയായി ഈ ഉള്ളവനെ കൊണ്ട് കഴിയുന്ന നിലക്ക് കൃത്യമായി തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടത്തേക്കുണ്ടാകുന്ന ആ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് കൃത്യമായി പറഞ്ഞ ഭാഗം ഒന്ന് കേൾപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നത് തന്നെ റസൂലുള്ള ജിബ്രീലിനെ കാണുന്നത് കൊണ്ടല്ലേ? ജിബ്രീലിന്റെ ശബ്ദം റസൂലുള്ള കേട്ടിട്ടല്ലേ? ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഖദീജത്ത് റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുള്ള മജ്ലിസിൽ വെച്ച് കേട്ടിട്ടില്ലേ? ഒരുപാട് സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കുമ്പോഴും പല സ്ഥലത്തും യുദ്ധ സന്ദർഭങ്ങളിലുമൊക്കെ അവരാരും കേൾക്കാതെ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേട്ടല്ലോ. ജിബ്രീലിനെ റസൂലുള്ള മാത്രം കണ്ടല്ലോ. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോൾ പോലും റസൂല് ജിബ്രീലിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. അതേ അവസരത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ശബ്ദം കേട്ടിട്ടുമില്ല. അതാ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരെ കേൾക്കാത്ത ശബ്ദം റസൂലുള്ള കേൾക്കുന്നു, മറ്റുള്ളവരെ കാണാത്ത കാഴ്ച റസൂലുള്ള കാണുന്നു, മറ്റുള്ള പലരും അനുഭവിക്കാത്ത പലതും റസൂലുള്ള അനുഭവിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി റസൂലുള്ള ഒരുക്കാൻ നിന്നപ്പോ നിസ്കാരത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് സമയത്തേക്ക് മുന്നോട്ട് നീങ്ങുന്നു. അതേ സ്പീഡിൽ തന്നെ റസൂലുള്ള യഥാ പിന്നോട്ടും അങ്ങ് നാലടി വെച്ചുകൊണ്ട് പിന്നോട്ടും നീങ്ങുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്താകെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു, ഓ നബിയേ, പതിവിന് വിപരീതമായി അങ്ങ് നിസ്കരിച്ചപ്പോഴെന്തേ കുറച്ച് സമയത്തേക്കൊന്ന് മുന്നോട്ട് നടന്നതെന്തേ, കുറച്ച് കഴിഞ്ഞപ്പോഴൊന്ന് പിന്നോട്ടും നടന്നതെന്തേ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു.
നിസ്കാരത്തിൽ എനിക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. ആ കാഴ്ച ബാക്കിൽ നിസ്കരിക്കുന്ന സഹാബിമാര് കണ്ടിട്ടില്ലല്ലോ. റസൂലുള്ള നിസ്കാരത്തിൽ സ്വർഗം കണ്ടു. ആ സ്വർഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി റബ്ബ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫവാക്കിഹുകൾ അഥവാ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോ, അതിലെ മുന്തിരിക്കുലയും അതേപോലെ തന്നെയുള്ള പഴക്കുലകൾ കണ്ടപ്പോ ഞാനൊന്ന് അതിലേക്ക് വലിക്കാൻ വേണ്ടി എന്റെ കൈ നീട്ടിയതാണ് സഹാബത്തെ. അത് റസൂലുള്ളാഹിയല്ലേ കണ്ടുള്ളൂ, മറ്റാരെങ്കിലും അത് കണ്ടോ? അതാ പറഞ്ഞത്, വഹയി കിട്ടുന്നു എന്ന നിലക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റുള്ള സഹാബിമാരാകുന്ന മനുഷ്യന്മാര് കാണാത്ത പലതും റസൂലുള്ള കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ള പറയുന്നു, എനിക്ക് നരകവും കാണിക്കപ്പെട്ടു. അതേ നൃത്തത്തിൽ തന്നെ അതിന്റെ ഭീകരത കണ്ടപ്പോ ഞാനങ്ങ് ഭയന്ന് പിന്നോട്ട് മാറിപ്പോയി. ഇത് സഹാബത്ത് കണ്ടിട്ടുണ്ടോ? ഇത് റസൂലുള്ളയല്ലേ ഈ കാഴ്ച കണ്ടത്? അത് അല്ലാഹുവിന്റെ റസൂലിന് ആ സമയത്തുള്ള ഒരു പ്രത്യേകതയാണ്. വളരെ കൃത്യമായി ഇത് കേൾപ്പിച്ചത് എന്തിനാ എന്ന് മനസ്സിലായോ? കഴിഞ്ഞ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടവരാണ്. ഒന്നുകൂടി ഈ സന്ദർഭത്തിൽ കേൾപ്പിച്ചത്. ഈ പ്രസംഗത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ഈ ഉള്ളവൻ സൂചിപ്പിച്ചില്ലേ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം മുമ്പ് ഈ നാദാപുരത്ത് വരുന്നതിന്റെ മുമ്പ് ഈ ഉള്ളവനോ ഏതെങ്കിലും മുജാഹിദ് പണ്ഡിതന്മാരോ ഈ പ്രസംഗത്തിൽ ഈ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളെ എവിടെയെങ്കിലും നിഷേധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? നിങ്ങൾ കളവ് ആരോപിക്കുകയല്ലേ? മുമ്പേ പറഞ്ഞത് തന്നെയാണ്, അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നത് അത് പറഞ്ഞതാണ്, കൃത്യമായി തന്നെ എന്നും പറയുന്നതാണ്. പിന്നെ അപ്പോൾ പറയാത്ത ഒന്ന് ഇപ്പോൾ അംഗീകരിച്ചു, അല്ലെങ്കിൽ അന്ന് നിഷേധിച്ചത് ഇപ്പോൾ അംഗീകരിച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരിൽ പറയുന്ന കളവാണ് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ കളവ് പറയാനുണ്ട്. എന്താ കളവെന്നോ? അടുത്ത കളവ് നിങ്ങൾ കേട്ടോളൂ. എന്താ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടക്കമുള്ള അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരം ജീർണിച്ചു പോകുന്നതല്ല, മണ്ണ് തിന്നുന്നതല്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, അന്ന് തന്നെ ഞാൻ പറഞ്ഞതാണ്, ഇത് നാദാപുരത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ പേടിച്ച് സമ്മതിക്കുന്നതല്ല. പണ്ടേ ഈ ഉള്ളവൻ ഷാർജയിൽ വെച്ച് പ്രസംഗിച്ചപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ചും ഇത് പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ മാത്രം പറയുന്നതല്ല. ഇയാൾ പറയാണ്, ഇതുവരെ ഇവരെ എഴുതിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിച്ചു നശിക്കുമെന്നാണ്. ഇപ്പോഴിതാ തെളിവുകൾ ഞാനങ്ങ് നിരത്തിയപ്പോ എന്റെ മുമ്പിൽ നിന്ന് മൗലവി ഏത്തമിടുകയാണ്, സമ്മതിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ജഡം ജീർണിക്കും എന്ന് മുമ്പ് പറഞ്ഞിരുന്നു, ഇപ്പൊ ജീർണിക്കില്ല എന്ന് സമ്മതിച്ചു എന്ന് നമ്മെ പറ്റി ആശ്വാസം കൊള്ളുന്ന ആ വാചകം എന്ന് കേട്ടോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു ജീർണിക്കും എന്നവരെ ആൽമനാണ്. ശേഷം മൗലവി ജീർണിക്കൂല എന്ന് സമ്മതിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ പ്രസംഗം ഉണ്ടായ ഫല പറയുന്നത് കേട്ടോ, പൊളിച്ചേത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം ജീർണിക്കുന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്നത്. ഇപ്പൊ മൗലവി ഇവിടെ വന്ന് സമ്മതിക്കാണ്. ആ സമ്മതിക്കുന്ന ഭാഗം ഏതാണ് മൂപ്പര് പറയുന്നത്? കേൾപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലടക്കമുള്ള സകല അമ്പിയാക്കന്മാരുടെയും അവരുടെ ആ മയ്യത്തിന് പോലും അവരുടെ ഭൗതിക ശരീരത്തിന്റെ പോലും പ്രത്യേകത അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അർദി അജ്സാദൽ അംബിയാ, ഇന്നല്ലാഹ അസ്സ വജല്ല ഖദ് ഹറമ അലൽ അർദി അൻ തഅകുല അജ്സാദൽ അംബിയാ. അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചു തന്നിരിക്കുന്നു, അല്ലാഹു ഭൂമിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതല്ല. ഇത് ഇപ്പോൾ പറയുന്നവര് കാര്യമല്ല. നിങ്ങൾ പലപ്പോഴും ആക്ഷേപിച്ചില്ലേ, മുജാഹിദുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ജഡം ജീർണിച്ച് നശിച്ചു പോകുന്നതാണ്, അത് ജീർണിച്ച് അളിഞ്ഞു പോകുന്നതാണ് എന്ന വിശ്വാസക്കാരാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് പ്രസംഗിച്ചില്ലേ? നിങ്ങൾ അൽമനാർ മാസിക ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നതല്ല. ഈ ഉള്ളവൻ തന്നെ ഷാർജയിൽ ചെന്ന ഉടനെ നടത്തിയ പരലോക വിശ്വാസം എന്ന ഒരു പ്രഭാഷണ പരിപാടി കേട്ടിട്ടുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അറിയാം. കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വെച്ച് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അതാ ഭൂമിയോട് നിഷിദ്ധമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ജഡത്തെ, അമ്പിയാക്കളുടെ ഭൗതിക ശരീരത്തെ മണ്ണ് തിന്നുന്നതില്ലെന്ന് അല്ലാഹു അതാ ഭൂമിക്കത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന ഹദീസ് അന്നേ വിശദീകരിച്ചതാണ്.
നിങ്ങൾ പറഞ്ഞു കേട്ടപ്പോ അത് പേടിച്ചിട്ട് മാറ്റി പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് വിശദീകരിച്ചതിനപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട. കണ്ടോ, കൃത്യമായി എന്ന് വിശദീകരിച്ചതാ. അതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തിട്ട് മൂപ്പരിപ്പ വന്നിട്ട് പറയണത് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് സമ്മതിക്കുന്നതല്ല, പേരോടെ നിങ്ങളുടെ ഉമ്മർത്ത് വന്ന് സമ്മതിച്ചതല്ല, പണ്ടേ പറഞ്ഞതാണ്, ഞങ്ങളിതൊക്കെ പഠിച്ചുകൊണ്ട് പണ്ടേ പറഞ്ഞതാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെയും മൂപ്പര് വന്നിട്ട് അതന്നെ ആവർത്തിക്കണം. വേറെന്തേലും പറയാൻ വേണ്ടേ? ഈ ആരോപണം തന്നെ പിന്നെയും പറയണ്. അപ്പൊ മൂപ്പര് അവസാനം പിന്നെ തെളിവ് പറയണം. എന്താ അറിയോ, മൗലവി അങ്ങനെ പോകുന്നും വേണ്ട, അൽമനാറിൽ എഴുതിയിട്ടുണ്ട് പണ്ട്. എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ജീർണിച്ച് നശിച്ചു പോകുമെന്ന് അൽമനാറിൽ എഴുതിയിട്ടുണ്ട് എന്ന് മൂപ്പര് പറയുന്ന ഭാഗം കേൾക്കി നിങ്ങൾ. ശേഷം എന്താ അൽമനാറിൽ പറഞ്ഞതെന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അൽമനാറിലുള്ളത് എന്താ? അൽമനാർ 985 സെപ്റ്റംബർ വില 1.50. കേട്ടോളെ, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഇങ്ങനെ റസൂലുള്ളാഹിയുള്ള മഹാന്മാരെ പറ്റി പറയാണ്, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർ. ഇത് വായിച്ച് ഖബറുകളിൽ ജീർണിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ശേഷം നിങ്ങൾക്ക് സ്ക്രീനിലൊരു ആയത്ത് കാണുന്നില്ലേ? ആ ആയത്ത് പിന്നെ ഒരു ആയത്തൊക്കെ എന്നാണ് പറഞ്ഞിട്ട് മൂപ്പരാണ് പോവുകയാണ്. ആ ആയത്തിന്റെ അർത്ഥം വായിക്കുന്നില്ല കേട്ടോ. ആ ആയത്തിന്റെ അർത്ഥം പറയാത്തതാണ് കള്ളത്തരം. കാരണം ആ ആയത്തിൽ പറഞ്ഞ കാര്യമാണ് ഇനി മൂപ്പര് വായിക്കാൻ പോകുന്ന വാചകത്തിലേക്ക് ബാധകമായിട്ടുള്ളത്. അതുകൊണ്ട് മൂപ്പര് ആയത്തിന്റെ അർത്ഥം പറയില്ല, പിന്നെ ഒരു ആയത്തൊക്കെ പറഞ്ഞിട്ട് ശേഷം പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് വായിക്കാൻ കേട്ടോ. ശ്രദ്ധിച്ചോ. മാറിയ ആ പുണ്യാളന്മാർക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും എന്നിട്ടൊരായത്തൊക്കെ കൊടുത്തിട്ട് അവസാനം പറയാണ്, നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്നു അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ ഖബറുകളിൽ ജീർണിച്ച് നശിച്ച ആ ജീർണിച്ച ജഡങ്ങളായി മാറിയ പുണ്യാളന്മാരിൽപ്പെട്ട ആളാണ് റസൂലുള്ളാഹി എന്ന് നിങ്ങൾ അൽമനാറിൽ നിങ്ങൾ പച്ചയായി എഴുതി. ഇതാ ഞാൻ ഇടമുട്ടത്തുനിന്ന് കാണിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഏത്തേടാണ് മൗലവി പറയുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്. അത് കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ തെളിവുകൾ ഖുർആനി ഹദീസിൽ നിന്ന് വലിച്ചങ്ങ് പറഞ്ഞപ്പോ മൗലവി ഇപ്പോൾ സമ്മതിക്കുന്നതാണ് മുസ്ലിമീങ്ങളെ, ഇത് കളവാണ് മുസ്ലിമീങ്ങളെ. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാനാണ് സമ്മതിച്ചത്. ആ മൂപ്പര പ്രസംഗം കേട്ടിട്ട് എന്തിനാണ് ഈ കളവ് പറയുന്നത്? എന്തിനാണ് ഈ അള്ള വന്ന തൊള്ളയും നാവ് ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളെ മുമ്പിലൊന്നും പറയുന്നതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഷാർജയിൽ വെച്ചും പ്രസംഗിച്ചിട്ടുണ്ട്. ഏത് കാലത്തും ഞങ്ങൾ പറയുന്നതാണ്. പിന്നെ മൂപ്പര് അൽമനാറാ കാണിച്ചത്. അൽമനാറിൽ എന്താ ഉള്ളത്? മൂപ്പര് വായിച്ചതിന് ശേഷം ഞാൻ പറയില്ലേ, ഒരായത്തൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞാൽ ചാടിയില്ലേ. എന്താ ആയത്ത്? വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദഊഹും ലാ യസ്മഊ ദുആക്കും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. എന്നിട്ട് അതിന്റെ അർത്ഥം കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോ എന്റെ മാന്യ മുസ്ലിമീങ്ങളെ. അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരു കാരക്കപ്പാട പോലും അധീനിക്കുന്നില്ല. നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ആ വിളി അവർ കേൾക്കുകയില്ല. അഥവാ കേൾക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരവും ചെയ്യില്ല. അന്ത്യദിനത്തിൽ നിങ്ങൾ ചേർക്കുന്ന പങ്ക് അവർ നിഷേധിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞിട്ട് ആ ശേഷം പറയുന്നത് എന്ത്? നബി തിരുമേനിയുടെ റൗളാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. ഇക്കൂട്ടത്തിൽ പെടുന്നു. ഏത് കൂട്ടത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും വിളി കേൾക്കുന്നതല്ല, ഉത്തരം ചെയ്യുന്നതല്ല. ആ സംഗതിയിൽ ഇവരും പെടുന്നു, ഇവരും പെടുന്നു എന്ന് കൃത്യമായി തന്നെ ആ ആയത്തിനെ വിശദീകരിച്ച ശേഷം പറഞ്ഞ ഭാഗം മനസ്സിലാകും എന്ന് വിചാരിച്ചിട്ട് ആയത്ത് വായിച്ചില്ല, ആയത്തിന്റെ അർത്ഥവും പറഞ്ഞില്ല. ഇതിൽ എവിടെയാണ് സുഹൃത്തുക്കളെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭൗതിക ശരീരം മണ്ണ് തിന്ന് ജീർണിച്ചളിഞ്ഞു പോകും എന്ന വാചകം അൽമനാറിൽ എവിടെയാണ്? നിങ്ങൾ കോട്ടിമാട്ടിയതല്ലേ? നിങ്ങൾ മേലെ പറഞ്ഞത് ഇടയ്ക്കുള്ള ഒരു വാചകവുമായ ആയത്തും അതിന്റെ അർത്ഥവും വായിക്കാതെ വിട്ടിട്ട് കട്ടുമുറിച്ച് പറഞ്ഞതല്ലേ? ഇനി എന്റെ മുസ്ലിമീങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ, ഇത് മാത്രമാണോ ഇവര് പറഞ്ഞത്? പിന്നെയും മൂപ്പരാശ്വസിക്കുന്നുണ്ടെന്ന്. ഇതാ മുജാഹിദുകൾ 2006 സമ്മതിച്ചിരിക്കുന്നു എന്ത്? മന്ത്രം പാടില്ല എന്നാ ഇതുവരെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ മന്ത്രമാവാമെന്ന് മൗലവി എന്റെ മുമ്പിൽ വെച്ച് സമ്മതിച്ചു പോയി. എന്താ ആശ്വാസം? ഒക്കെ സമ്മതിക്കണം. ഞാൻ മുമ്പ് മന്ത്രം പാടില്ല എന്ന് പറഞ്ഞു. മുമ്പ് ഞാൻ പറഞ്ഞു മന്ത്രിക്കരുതേ ഒരിക്കലും. കഴിഞ്ഞ പ്രസംഗം കേട്ടവർക്കറിയില്ലേ, മന്ത്രം എന്ന CD തന്നെയുമില്ലേ ഈ ഉള്ളവനടക്കമുള്ള പല പ്രഭാഷകന്മാർക്കുമില്ലേ? അതിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ മന്ത്രത്തെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മന്ത്രം ഉണ്ട്, അതിൽ ശരിയായ മന്ത്രങ്ങളാണ് ഇസ്ലാമിൻ്റെത്. മന്ത്രവാദമില്ല, ദുർമന്ത്രമില്ല എന്നൊക്കെ വിശദീകരിക്കാറില്ലേ? ഇത്രയും പച്ചയായി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തിന് നിങ്ങൾ ഈ നാദാപുരത്തെ ജനങ്ങളെ മുമ്പിൽ വന്നിട്ട് കള്ളം പറയുന്നു? ആരാണിവിടെ മന്ത്രത്തെ നിഷേധിച്ചത്? എന്നിട്ട് മൂപ്പര് പറയാണെന്ത്? മൗലവി ഇതാ മന്ത്രം ഇപ്പോൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുന്നു, അതും 2006 സമ്മതിച്ചിരിക്കുന്നു. ആദ്യം സമ്മതിച്ചു എന്ന ഭാഗം കേട്ടോളൂ, പിന്നെ 2006 സമ്മതിച്ചത് എന്നതും കേട്ടോളൂ. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. മന്ത്രിക്കാൻ പാടില്ല എന്നാണ് ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മൂന്നോട്ടിട്ടോ ഒരിക്കലും ഉപരി പറഞ്ഞത് മനസ്സിലായിക്കോട്ടെ പറഞ്ഞതാ. എന്ത് മന്ത്രിക്കാൻ പാടില്ല എന്നാ ഇതുവരെ മുജാഹിദുകൾ പറഞ്ഞത്? ഇതിനെന്താ പേര് പറയേണ്ടത്? പച്ച നോണാന്നോ പച്ച കള്ളന്നോ? എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത് നിങ്ങൾ പറയും? ഇതുവരെ അങ്ങനെ പറഞ്ഞു നിർപ്പപ്പെടാൻ വന്നിട്ട് സമ്മതിക്കണം. പിന്നെ എന്നാ സമ്മതിച്ചത്? അടുത്തുള്ള ആളോട് ചോദിക്കാം. ഇത് 2006 ഇപ്പൊ 2006 സമ്മതിച്ചു. കേട്ടോ രംഗം? 2006 ആയപ്പോൾ പേരോടുമായി സെലഫി വന്ന് നാദാപുരത്ത് മുട്ടിയപ്പോൾ സെലഫി അതാ സമ്മതിക്കുന്നു, മന്ത്രത്തിന് ഞങ്ങൾ എതിരല്ല. കണ്ടോ നോണ കണ്ടോ? ഇതിനെന്താ പിന്നെ ഞാൻ പറയേണ്ടത്? ഞാൻ പിന്നെ മൂപ്പരെ എന്താ വിളിക്കേണ്ടത്? സിദ്ദീഖ് എന്ന് വിളിക്കണം? ഞാൻ പിന്നെ എന്താ മൂപ്പരെ വിളിക്കേണ്ടത്? ഈ രൂപത്തിലുള്ള കളവ് പറയുന്നത് 2006 സുഹൃത്തുക്കളെ, ഏത് കാലത്തായി ഇതിനെ നിഷേധിച്ചത്? ഇതാ ഈ കാണുന്ന വ്യവസ്ഥ കണ്ടോ? കുണ്ടുതോട് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥയാണ്. കുണ്ടുതോട് വാദപ്രതിവാദം ഞങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും നിങ്ങളുടെ പൂർവീകരായ പണ്ഡിതന്മാരും ഒരേ വേദിയിലിരുന്ന് നടത്താൻ വേണ്ടി വ്യവസ്ഥ എഴുതിയതല്ലേ? ആ വ്യവസ്ഥയെ നിങ്ങൾക്ക് കാണാം. ഏതാണ് വ്യവസ്ഥ എഴുതിയ കൊല്ലം? 1974 ജൂൺ 1974 ജൂൺ 1, 9, 28 തീയതികളിൽ ചേർന്ന സുന്നി മുജാഹിദ് സംയുക്ത യോഗം തീരുമാനിച്ച വാദപ്രതിവാദ വിഷയങ്ങൾ 74 ഇതിൽ നിങ്ങൾക്ക് കാണാം. മന്ത്രത്തിന്റെ കാര്യത്തിൽ തർക്കമില്ല, മന്ത്രത്തിന്റെ കാര്യത്തിൽ മുജാഹിദുകളോട് വിയോജിക്കേണ്ടതില്ല. രണ്ടു കൂട്ടർക്കും ആ നിലക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള നിലക്ക് വാദപ്രതിവാദം നടത്തേണ്ടത് വിഷയമല്ല. തർക്കമുണ്ടെങ്കിലല്ലേ വാദപ്രതിവാദം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാറ്റിവെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ഒപ്പിട്ട് കൈമാറിയ വ്യവസ്ഥയുടെ കോപ്പിയാ നിങ്ങൾ കണ്ടത്. പൊളിഞ്ഞില്ലേ പേരോടിന്റെ വാദം? 2006 പേരോടുമായി സലഫി നാദാപുരത്തങ്ങ് മുട്ടിയപ്പോ മൗലവി സമ്മതിച്ചു പോയി എന്ന് പറഞ്ഞത് പച്ചക്കളവല്ലേ? നിങ്ങൾക്ക് ഈമാനുണ്ടോ? 1974 ഞാനല്ലേ നിങ്ങളോട് പറയുന്നത്? 74 അങ്ങനെ നടന്നിട്ടില്ലേ എന്ന് നിങ്ങളുടെ ഗുരുക്കന്മാരോടൊന്ന് ചോദിച്ചുകൂടെ? ഉസ്താദുമാരോടൊന്ന് ചോദിച്ചുകൂടെ? നിങ്ങൾക്ക് എന്താ പറ്റിപ്പോയത്? ഇങ്ങനെ കള്ളം പറയുന്ന നിലക്ക് എന്തേ നിങ്ങൾ ഇങ്ങനെ അതപ്പതിച്ചു പോയത്? ഇനിയും കേട്ടോ, കേരള നദുവത്തുൽ മുജാഹിദീൻ ഇറക്കിയ പരിഭാഷ.